ഗരിസനിരി. ആ ഒന്നുകൂടി നോക്കാം. ഗരിസനിരി. അയ്യോ. റിഗമപ്പ. എന്റെ സരസ്വതി. സരസ്വതി വന്നിട്ടില്ല സാർ. അയ്യോ, ആ സരസ്വതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സംഗീത സൗപർണികയായ സാക്ഷാൽ കലാദേവിയുടെയാ. ആ റിഗമപ്പ റിപമ ഗഗ. ചിരിക്കണ്ട. നിവൃത്തിയുടെ ഉണ്ടാ ഇറങ്ങി തിരിച്ചത്. പാടി തന്നതുപോലെ പാടണ്ട. ഒരു പകുതി റിസൾട്ട് എങ്കിലും തന്നൂടെ? വലിയ കഷ്ടമാണ്. ഗരിസനിരി. നിർത്തണോ അല്ലേ? കൊമ 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 കൊമ. കുറച്ചു ദിവസമായി തന്റെ ഈ കോച്ച് വാദം കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കുട്ടികൾക്ക് വിറയൽപ്പനി പകർത്താൻ വേണ്ടിയല്ല തനിക്ക് ഞാൻ ശമ്പളം തരുന്നത്. ജോലി തന്നപ്പോ തന്നോട് ഞാൻ എന്താ പറഞ്ഞത്? പാട്ട് പഠിപ്പിക്കണമെന്ന്. ശരിയാ, പക്ഷേ ഫാദർ ഇടിക്കുള്ള പഠിപ്പിക്കാൻ പറഞ്ഞ പാട്ട് ഇതല്ല. അടിപൊളി ഇടിപൊളി പാട്ടാ. ഇവരെ ഒന്നും സംഗീതോത്സവത്തിനോ ത്യാഗരാജ കച്ചേരിക്കോ കൊണ്ടുപോകാൻ എനിക്ക് ഉദ്ദേശമില്ല. ഉത്സവകാലമാ വരുന്നത്. 100 ഗാനമേള നടത്തി ഇത്തിരി ചില്ലറ ഉണ്ടാക്കണം. തനിക്ക് പറ്റുമെങ്കിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന 5-6 പഞ്ചാരപ്പാട്ടുകൾ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ക്ലാസിക്കൽ മ്യൂസിക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സിനിമാ പാട്ട് പഠിപ്പിക്കുന്നത് ഒരുതരം വഞ്ചനയല്ലേ? താൻ യേശുദാസ് ആയിക്കോ, യേശു ക്രിസ്തു ആകണ്ട. പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കണ്ടേച്ചു വേണം പോവാൻ. സിനിമാ പാട്ടെങ്കിൽ സിനിമാ പാട്ട്. കടലിനക്കരെ പോണോരേ പാടിക്കോളൂ. കടലിനക്കരെ പോണോരേ കാണാപ്പൊന്നിന് പോണോരേ കടലിനക്കരെ പോണോരേ. ഫാദർ കാണണോന്ന് പറഞ്ഞത്? പിടിച്ചോ തന്റെ ശമ്പളം, തന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല. അല്ല ഫാദർ, ഞാൻ സിനിമാ പാട്ടുകൾ പഠിപ്പിച്ചു തുടങ്ങി. സമ്മതിച്ചു. കച്ചവട സ്ഥാപനം തന്നെയാണ്, കല വളർത്തുകയല്ല എന്റെ ഉദ്ദേശം. ഈ കലാതിലകം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെട്ടിയിൽ 10 കാശ് വീഴണം. എനിക്ക് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ തന്നെ പോലുള്ള ചെമ്പൈമാരെ എനിക്ക് ആവശ്യമില്ല. പണം പിടി. യുവദാസേ, എന്തോ? എനിക്കുള്ള പാലും മുട്ടയും ഇങ്ങെടുത്തോ. കൊണ്ടിരുന്നേ. എന്താണോ കുന്തം പിടിക്കാൻ പോലെ നോക്കി നിൽക്കുന്നേ? നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല. പാല് പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും തനിക്കാൻ തരത്തില്ല. യുവദാസേ, എന്തോ? നാളെ മുതൽ നീ പിള്ളേരെ പാട്ട് പഠിപ്പിച്ചാ മതി. അയ്യോ അച്ഛോ, ഞാൻ പാട്ട് മതിയെന്ന് ഞാനാ പറയുന്നത്. നിന്റെ പാരടി പാട്ടില് അല്പം അശ്ലീലം ഉണ്ടെങ്കിലും ഒരു ഹരമുണ്ട്. കഷ്ടം തന്നെ. വലിയ വലിയ കലാകാരന്മാരെ വളർത്തിയെടുത്തിട്ടുള്ള ഫാദർമാർക്ക് ഇടിക്കുള്ള ഫാദർ ഒരു അപമാനമാണ്. ഇറങ്ങി പോടോ. അല്ലെങ്കിൽ ഞാനിവിടെ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ പിള്ളേരെ പിഴിഞ്ഞെടുത്ത ഈ കാശ് കയ്യിൽ തന്നെ അങ്ങ് വെച്ചോണ്ടാ മതി. അതുകൊണ്ട് പാലും മുട്ടയും പിന്നെ ജീരകമുള്ളതെന്ന് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതും അങ്ങ് വാങ്ങിച്ചോ. കുഞ്ഞാട് രാവിലെ എങ്ങോട്ട് പോകുന്നു? നിന്റെ മാതൃ സഹോദരിയായ ഈ മറിയാമ്മ നീ രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു ജോലിക്ക് അപേക്ഷിച്ചിരുന്നു. നിന്റെ കഴിവിനെ പരീക്ഷിക്കുവാനുള്ളൊരു ദൂതാണിത്. ഇന്ന് രാവിലെ തന്നെ നീ അവരുടെ സന്നിധിയിൽ എത്തിച്ചേരണം. എന്റെ പൊന്നമ്മച്ചിക്ക് ഞാൻ ജോലിക്ക് പോയില്ല എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് മോഹൻലാൽ ആവണം, അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി, അല്ലെങ്കിൽ ഒരു സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ മറിയാമ്മച്ചേടത്തേക്ക് ഈ മുഖം? എന്റെ ദൈവമേ,
അങ്ങയുടെ കുഞ്ഞാട് ചെകുത്താന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇവന് മോചനം, മോചനം, മോചനം. എന്റെ മറിയാമ്മ ചേട്ടത്തി, ഞാൻ പോയി 1-2 പ്രൊഡ്യൂസർമാരെ കണ്ടിട്ട് വരട്ടെ. അപ്പോ മോന്റെ ജോലി? അത് പോയി. ജോലിയെടുത്ത് തിന്നുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ജോലി ചെയ്യുന്നെങ്കിൽ അത് സിനിമാ ജോലി മാത്രം, അതും അഭിനയം. കുഞ്ഞാടെ, അലഞ്ഞു നടക്കുമ്പോൾ അപ്പം ഭക്ഷിക്കാൻ ഇതാ നിനക്ക് കർത്താവിന്റെ വെള്ളി. എന്റെ അമ്മച്ചി പോയെങ്കിൽ എന്താ, എന്നെ സ്നേഹിക്കാൻ കൊച്ചമ്മച്ചിയെ കിട്ടിയല്ലോ. യേശുവാണ് മോനെ സ്നേഹം, സ്നേഹമാണ് മോനെ യേശു. ഓക്കെ. എന്റെ കുഞ്ഞാടിനെ ഞാൻ നിരത്തിലേക്ക് അയക്കുന്നു. അവനെ തിരിച്ചേൽപ്പിക്കേണ്ട ചുമതല നിനക്കാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യുവരാജിന്റെ പാട്ട് എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്താടോ കഴുതരാഗം നേരത്തെ കഴിഞ്ഞു? എവിടെ ചെമ്പൈ? അറിയില്ലേ, ചെമ്പൈ ഇടിക്കുളച്ചൻ സംഗീതോത്സവത്തിന് വിട്ടിരിക്കുക. സമ്മാനമായി വരും അല്ലേടി? സംഗീതോത്സവം എവിടെ? നിന്ന് ചിരിക്കാതെ കാര്യം പറവിള്ളാരെ. ഇന്ത്യനെ കണ്ടിട്ട് ഒരു കാര്യമുള്ളതാ. ബിന്ദിയേട്ടനോട് കാര്യം പറയാൻ ധൃതിയൊന്നും പിടിക്കണ്ട, സദാ വീട്ടിൽ തന്നെ ഉണ്ടാവും. ബിന്ദി സാറിന്റെ ജോലി പോയി. ഇന്ന് തൊട്ട് യുവദാസ് പാട്ട് പഠിപ്പിക്കണേ. എന്റെ കർത്താവേ, യുവദാസ് പാട്ട് പഠിപ്പിക്കുന്നു. ആ, ആര് പഠിപ്പിച്ചാലും നിങ്ങളുടെ കാര്യം പോക്കാ. പക്ഷേ ഞാൻ തന്ന കത്തിന്റെ മറുപടി ഞാൻ മറിയാമ്മച്ചേട്ടത്തി ഏൽപ്പിച്ചേക്കാം. അയ്യോ, വേഗം എടുക്കുന്നേ. ആരെങ്കിലും കണ്ട മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടും ഞങ്ങൾക്ക്. എടുക്കെടുക്കുന്ന വന്ന എന്റെ കയ്യിൽ തന്നെ അങ്ങോട്ട് എത്തിച്ചെടുത്ത് ആര് ചേച്ചി? നിന്റെ അമ്മാവനുണ്ടല്ലോ ആ പാട്ടുമാഷ്, അയാളോട് പറ വന്ന് എടുത്തു തരാം. ഞാൻ ഇറങ്ങാൻ പോവാ. പ്ലീസ് ചേച്ചി. എന്നാ പിടിച്ചോ. ഓടിക്കോ. ഏയ് ഭാഗവതരൂട്ട, എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് സഹായിക്കോ? ഏയ് ഭാഗവതരെ, ഇഷ്ടം കൊണ്ടല്ലേ ഭാഗവതരൂട്ടാന്ന് വിളിക്കുന്നേ? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്നെ ഭാഗവതര് കൂട്ടാന്ന് വിളിക്കരുതെന്ന്. ഭാഗവതരെ, ഇവിടെ എന്നിട്ട് ഉറുമ്പ് കടിച്ചു കൊല്ലുന്നു. ഉറുമ്പ് കടിക്കട്ടെ, കേറിയത് താനല്ലേ, താനെ അങ്ങ് ഇറങ്ങിക്കൊണ്ടാ മതി. താനെ ഇറങ്ങാൻ പറ്റത്തുണ്ടല്ലേ? ദേ, എന്നെ ഇട്ടു പോയാൻ ചാടും. ചാടി എനിക്ക് എന്തെങ്കിലും പറ്റിയ ഭാഗവതര ഉത്തരവാദി. ചാടും. 1 2 ചാടും. ഇപ്പൊ ചാടും ഞാൻ. വേണ്ട വേണ്ട. 3 4 പെട്ടെന്ന് ഇറങ്ങി വാ. ആൾക്കാർ കണ്ട അത് ഇതും വിചാരിക്കും. എനിക്കാണെങ്കിൽ പറഞ്ഞു മാവുന്ന പെമ്പിള്ളേരെ ഇറക്കി മുൻ പരിചയം ഒന്നും ഇല്ല. ഇറങ്ങിയല്ലോ. ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എനിക്കറിയാം എന്നോട് ഇഷ്ടാണെന്ന്. ഇത്ര സൊല്ലാന്ന് വിചാരിച്ചതാ. ആ കുരങ്ങൻ വരുന്നുണ്ട്. ഈശ്വര, രക്ഷപ്പെട്ടു. എന്തിനാ ഭാഗവതരെ ഞങ്ങളോട് ഒളിച്ചുകളി പ്രേമം? പ്രേമമില്ല, ഒരു മണ്ണാൻ കട്ടിയില്ല. എന്താടാ ഒരു കുറവ്? ഓ, നിന്റെ മനസ്സ് നിറയെ അമേരിക്കൻ മതാമയാണല്ലോ. ആണെങ്കിൽ എന്നാ ശരി, പിന്നെ കാണാം. എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യമുള്ളൂ. ഓ, ഒന്ന് നിന്നേ. വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും നോക്കാൻ ഇനി നിനക്ക് ധാരാളം സമയമുണ്ടല്ലോ. മനസ്സിലായില്ല. പണി പോയത് ഞാൻ അറിഞ്ഞു. പണിയില്ലാത്ത കൂട്ടുകാരനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ആ കൊച്ചുപ്രേമന്റെ പണി കൂടി പോയാ പിന്നെ നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിക്കാലോ. നീ പേടിക്കണ്ട, കൊച്ചുപ്രേമന്റെ പണി അങ്ങനെ ഒന്നും പോവില്ല. അവനിപ്പോ ഗർഭരസായനം വിറ്റ് ഓടി നടക്കുന്നുണ്ടാവും. ഇന്ന് പാറു ചേച്ചിയുടെ കൂടെ പട്ടം പറപ്പിക്കാൻ പോയ വിവരം മാമൻ അറിഞ്ഞിട്ടുണ്ടാവോ? അതെ ചേച്ചി, എനിക്കും അതാ പേടി. വായനക്കിടെ എന്താ വർത്താനം? ഒന്നുമില്ല പപ്പ. അമ്മേ, ദേ മാമ വന്നു. ആഹാ, ഇതാ ചേച്ചി കുറച്ച് പലഹാരം കുട്ടിയെ കൊടുത്തേക്ക്. വാങ്ങിക്കും മോളെ, ഇന്ന് ഉദ്യോഗക്കയറ്റം കിട്ടിയ ദിവസമല്ലേ, സന്തോഷം കൊണ്ട് കൊണ്ടുവന്നായിരിക്കും. മക്കളെ ഇനി വന്നേ. ഇതകത്തോണ്ട് വെച്ച് കഴിച്ചോ. സ്ഥാപനം നടത്തുന്നവര് പറഞ്ഞനുസരിച്ചാ പോരാ, സംഗീതം വളർത്താൻ നടക്കുന്നു. വളർത്തിക്കോ, ഇനി ഇവിടെ ഇരുന്ന് വളർത്താലോ. അച്ഛാ, എന്റെ ഭാഗത്തല്ല. വേണ്ട, കൂടുതൽ വിസ്തരിക്കണ്ട. സംഗീത വിദ്വാനല്ലേ എന്റെ മകൻ, കൂടുതൽ വിസ്തരിക്കാൻ എളുപ്പമാ. സ്ത്രീധനത്തുക കൊടുക്കാൻ കഴിയാതെ നിന്റെ ഈ പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കുക. മറ്റൊരെണ്ണം കല്യാണപ്രായമായി നിൽക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വീണ്ടും വിചാരം നിനക്കുണ്ടായിരുന്നെങ്കിൽ ജോലി കളഞ്ഞിട്ട് വരില്ലായിരുന്നു. എന്റെ കാര്യം കള. ഇല്ല അച്ഛാ,
സംഗീതത്തെ പറ്റി ഒരു വിവരമില്ലാത്ത ആളാ ഫാദർ. ഏട്ടനെ പറഞ്ഞു വിട്ടതിൽ കുട്ടികൾ എല്ലാരും ക്ഷോഭിച്ചിരിക്കുക. കൊള്ളാം, ഇങ്ങനെ വേണം സഹോദര സ്നേഹം. അച്ഛനെ തോൽപ്പിക്കാൻ മക്കളല്ല ഒറ്റക്കെട്ട്. അതൊക്കെ വെറും തോന്നല. അവൻ ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടും. ആ കിട്ടും, എടുത്തു വെച്ചിരിക്കല്ലേ. ഇവിടെ ആരും പട്ടിണി കിടക്കാതെ ഞാൻ നോക്കിക്കോളാം. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. കൊള്ളാം, ഈ തന്റെ എന്നും എന്റെ മോൻ ഉണ്ടായാ മതി. വാ, നീ വന്ന് എന്തേലും കഴിക്കാൻ നോക്ക്. ഞാൻ വരുന്നവഴി രാജപ്പമാമനെ കണ്ടിരുന്നു. അത്യാവശ്യമായി ഏട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെല്ല്. അനന്തരവന്റെ പണി പോയ പോലും ആ പെൺകോന്തൻ അറിഞ്ഞു കാണും. അവിടെ ഒരു പട്ടിയുള്ളതല്ലേ, അതിനെ കുളിപ്പിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ആയിരിക്കും. കേസും വഴക്കും പറഞ്ഞു ഉള്ള സ്വത്തെല്ലാം വിറ്റ് തൊലച്ച് ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാ പട്ടിയെ പരിചരിക്കുന്നത്. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? പറയട്ടെ, പല്ല് കൊഴിഞ്ഞ് തന്തമാരോടല്ലേ പറയാൻ പറ്റൂ. പറഞ്ഞതല്ല, അച്ഛൻ പറയിച്ചതാ. വിന്ധ്യ, എന്താടാ? ആ കൊച്ചുപ്രേമൻ ഇവിടെ എങ്ങനെ വന്നോ? ഇല്ല, എന്തേ? നാട്ടുകാര് തല്ലാൻ ഓടിക്കുന്നിടക്കെ ആ. അവൻ എങ്ങോട്ടോ മുങ്ങി. അയ്യോ, മുങ്ങിയെങ്കി ഇനി എവിടെ പൊങ്ങും? ഞാനിവിടെ ഉണ്ട്. ഏ? ചതിച്ചടാ, ഇതെന്ത് പറ്റിയടാ? ചതിച്ചടാ. ഏ? എന്റെ സന്താനത്തിന് ചതിച്ചു. നിന്റെ സന്താനവർദ്ധന കഴിച്ച് ആരെങ്കിലും മരിച്ചോ? മരിച്ചതല്ലടാ, ഗർഭം ഗർഭം ഗർഭിണിയാകാത്തവർക്ക് ഗർഭം ധരിക്കാനുള്ളതല്ലേ നിന്റെ സന്താനവർദ്ധനി? തന്നെ. പക്ഷെ ഇത് ഗർഭിണി അല്ലടാ, ഗർഭണനാ. ഗർഭണനാ? എന്റെ സന്താന വർദ്ധന കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം, നിർത്താതെയുള്ള ഛർദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട. അതിന്റെ റിയാക്ഷൻ ആയത്. അല്ല, എന്താ നിന്റെ വർദ്ധിനി? പുകയിലെ ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ? അത് കഴിച്ച് ആരാ ഛർദിക്കാത്തത്? തന്നെ സത്യം പറയാൻ ആളുകൾ സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് എടുത്തിട്ടൊക്കെ ചാർത്തി. അങ്ങനെ ഭാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി. അതെ, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. എനിക്ക് ഈ പണി പോയാൽ ഒരു ചുക്കുമില്ല. ഏറിയാൽ ഒരു 6 മാസം. അത് കഴിഞ്ഞ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ പറക്കലല്ലേ? പറക്കും. കാക്ക മലന്ന് പറക്കും. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാത്ത ഒരുത്തിയാ വരാൻ പോണെന്ന് പറഞ്ഞൊരുത്ത സ്വപ്നം കണ്ട് നടക്കുന്നത്. അഥവാ വന്നാൽ തന്നെ അവളെ കൂടെ ഒരു സായിപ്പും ഉണ്ടാവും. അത് കണ്ടും മാനസ മൈനയും പാടി കെട്ടിത്തൂങ്ങിച്ചാവാൻ ഒരു കയറെടുത്ത് വെച്ചോ. പിന്നെ അവള് വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറഞ്ഞ നിനക്ക് പറ്റിയ ഒരു ആഫ്രിക്കക്കാരെ കൂടെ അവള് കൊണ്ട് തരും. നിന്റെ കരുനാക്കൊല്ലം ഫലിച്ചാണല്ലോ. കൊല്ലും ഞാൻ, കൊല്ലും. കല്യാണം, ജോലി തുടങ്ങിയ ഭാവി കാര്യങ്ങളെ കുറിച്ച് നിനക്കറിയണോ? അറിയണമെങ്കിൽ വഴിയുണ്ട്. ദേവി പ്രസാദം ലഭിച്ചൊരു ജ്യോത്സ്യനുണ്ട്. അങ്ങേര് പ്രവചിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. പിന്നെ കൊടുക്കുമ്പോഴെല്ലാം കൂടെ ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങേരെ കാര്യം. എന്ത്? ഇത്രയും വലിയ ജ്യോത്സ്യനായിരുന്നിട്ടും മദ്യം അങ്ങേർക്ക് ഒരു ദൗർബല്യമാണ്. എനിക്കൊരു ജോത്സ്യനും കാണണ്ട. ആരെതിർത്താലും ശരി, ഞാൻ നീലിമയെ വിവാഹം കഴിച്ചിരിക്കും. അപ്പോ ഈ ജോത്സ്യനാരെന്ന് പറഞ്ഞില്ലല്ലോ? ജ്യോതിഷ പണ്ഡിതൻ ഭാസ്കരൻ നായർ. ഗുരുവായൂരപ്പ, ശിവനെ, ആണ്ടവനെ, സുബ്രഹ്മണ്യ സ്വാമി, ഭഗവാനെ. എന്റെ ജോത്സ്യരെ, ഈ ദൈവങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയാ പിന്നെ നമുക്ക് കള്ള് കിട്ടാതാവും. എടാ, ഞങ്ങളുടെ ദൈവങ്ങളെ എവന്റെ ഈ പുളിച്ച കള്ള് കുടിക്കുന്ന പാർട്ടിയല്ല. അവര് നല്ല 1-ാം തരം സ്കോച്ചാ വീശുന്നേ. സംശയം ഉണ്ടെങ്കിൽ പറ, ഭാസ്കരൻ നായർ കവടി തരത്തിൽ കാണിച്ചു തരാം. കബഡി കൊണ്ട് ഇത്തരം ചീപ്പ് കാര്യങ്ങൾ നോക്കരുത്. ഓ, ചീപ്പായാലും കൊള്ളാം, കോപ്പായാലും കൊള്ളാം. ഭാസ്കരൻ കവടി എടുത്താ ഉറപ്പാ അച്ചട്ടാ. എനിക്കൊരു വിവരം അറിയാനുണ്ട്. ദക്ഷിണയായി കള്ളിന്റെ കാശ് കൊടുത്താ പറയാം. കാര്യം പറ. തൊട്ട് നിൽക്കാനൊന്നും ഇല്ലേ? ഓ, രാവിലെ തന്നെ കൂപ്പിരിക്കാൻ. എന്താ നായരേട്ടാ, ജലദോഷമാണോ വിക്സ്? പിന്നെ സാധാരണ ഡ്യൂക്ലി കുടിയന്മാരെ പോലെ വാരി വലിച്ചു കുടിക്കാൻ എനിക്ക് പറ്റില്ല. കുടിക്കുന്നെങ്കിൽ എന്തെങ്കിലും തൊട്ട് നക്കി ഡീസന്റ് ആയി കുടിക്കണം. തൊട്ട് നക്കാൻ ഈ കൊശവന്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് വിക്സ് തൊട്ട് നക്കി. ആ പറ, നിന്റെ കാര്യം പറ. 7 വർഷക്കാലമായി നായരേട്ട ഞാനും വാസന്തിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായില്ല. എന്തിനാടാ കുഞ്ഞിക്കാല് കാണാൻ നിൽക്കുന്നേ? നല്ല മുഴുത്ത കാല് തന്നെ കാണ്. വല്ല കോഴിക്കാലോ ആട്ടിൻകാലോ. മനസ്സ് നൊന്തിരിക്കുമ്പോ കുത്തി നോവിക്കാതെ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരൂ നായരേട്ടാ. എന്താടാ നാരായണ നിന്റെ നക്ഷത്രം?
മൂലം. ആ നിന്റെ മൂലത്തിൽ പ്രശ്നമുണ്ടാ? മോഹം കണ്ടാ തന്നെ അറിയാം. ആ മൂലമല്ല, ഈ മൂലം. മൂലം മൂന്നാ. തന്മൂലം, പൊന്മൂലം, മുടിമൂലം. നീ മുടിമൂലമാ. എന്താണ് അതിന്റെ ഭാര്യയുടെ നാള്? ചോതി. ആ ഭാഗ്യവതി. ആരെന്ത് ചോദിച്ചാലും കിട്ടും. നാരായണന്റെ നക്ഷത്രപ്രകാരം ഈ ജന്മത്ത് നിനക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് സന്താന ഭാഗ്യം കാണുന്നു. അതിനൊരു പരിഹാരക്രിയ ചെയ്യണം. എന്ത് പരിഹാരക്രിയ വേണേലും ചെയ്യാൻ നേരട്ടാ. ഒറ്റ പരിഹാരമേ ഉള്ളൂ. നീ നിന്റെ ഭാര്യ വാസന്തിയെ മറ്റാരെങ്കിലും കൊണ്ട് കെട്ടിക്കണം. സർവം ശുഭം ഭവന്തു. നിങ്ങൾ 2 നില വീട് പണിയാണല്ലേ ഉദ്ദേശിക്കുന്നത്? അയ്യോ, ജോത്സ്യർക്ക് ഇതെങ്ങനെ മനസ്സിലായി? അതാണ് ഭാസ്കരൻ നായർ. കവിടി 2ആയിട്ടാണ് പ്രശ്നത്തിൽ കാണുന്നത്. എന്റെ ഈശ്വര, എന്തൊരത്ഭുതം! എന്താ ജോത്സ്യരെ? നിങ്ങൾ ആകെ ഇരട്ടയായിട്ടാ ഞാൻ കാണുന്നത്. നിങ്ങൾ 4 നില വീട് വെച്ചാലും അത്ഭുതമില്ല. സർവരും ഇരട്ടയാ. അതെ, അച്ഛനിപ്പോ എല്ലാം ഇരട്ടായി തോന്നുന്നതേ രാവിലെ ഗോപാലന്റെ ഷാപ്പിൽ പോയി വലിച്ച കള്ള് മോന്തിയതുകൊണ്ടാ. ഏറണം കെട്ടവളെ. വളിച്ചതല്ല പുളിച്ച കള്ളു കുടിച്ചാലും എന്റെ ജോത്സ്യം തെറ്റത്തില്ല. പറഞ്ഞതാ. എടുക്കോ? എടുക്കാനാണെങ്കിൽ എന്റെ ഒരുപാടുണ്ട്. കാണിക്കട്ടെ? ഇപ്പൊ വേണ്ട, പിന്നെ കാണിച്ചാ മതി. എന്തിനാ സാറേ പിന്നെ ആക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. മനുഷ്യ എന്നൊക്കെ പോകാം. വരുന്നവർക്കെല്ലാം എന്റെ മരുമോള് കാണിച്ചു കൊടുത്ത് എന്റെ കസ്റ്റമേഴ്സ് ഇവിടെ വരാതായിട്ടുണ്ട്. അതെ, എന്റെ ഭർത്താവിന്റെ അച്ഛാ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നതേ ഓരോരുത്തരുടെയും കഴിവാ. 3 മാസം കൂടുമ്പോ 600 രൂപ അടച്ചാ 10 വർഷം കൂടുമ്പോ ഇരട്ടിയാകും. അതാണ് ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രത്യേകത. ഇൻഷുറൻസ് ആയിരുന്നോ? പിന്നെ സാറെന്തോ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു ഇൻഷുറൻസ് ആയിരിക്കും. ജനാർദ്ദൻ എന്താ രാവിലെ ഇതെവിടെ പോയിട്ട് വരുന്നു? എന്റെ മോൻ എന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഇന്നുണ്ടോടാ നിനക്ക് നൈറ്റ് ഡ്യൂട്ടി? ഉണ്ടച്ചാ. ജനുവേട്ടൻ വന്നിട്ട് പോവാൻ വേണ്ടി ഞാൻ നിൽക്കായിരുന്നു. അപ്പൊ വീട്ടുകാര്യവും കുട്ടികളെയൊക്കെ ഭർത്താവ് നോക്കുമായിരിക്കും. അതിന് കുട്ടികളുണ്ടായിട്ട് വേണ്ടേ നോക്കാൻ? സുമുഖി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ? ഇതുവരെ ഒന്ന് നിന്നേ. സുമുഖി, വൈകിട്ട് നേരത്തെ വരണേ. നീ വന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. ചേട്ടൻ എന്നെ കാത്തു നിൽക്കണ്ട. ഇന്ന് 5-6 പേര് എടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ താമസിച്ചേ വരൂ. കുട്ടികളില്ലാത്തവർക്ക് പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്ന ജോത്സ്യർ എന്തേ സ്വന്തം മകന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാത്തത്? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ സ്വന്തം മക്കളോടെല്ലാം തുറന്നു പറഞ്ഞു കൊടുത്താലും എന്താ പ്രയോജനം? കണ്ടില്ലേ, ഭാര്യ ഡേ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. ഭാര്യ വന്നു കയറുമ്പോ ഭർത്താവ് പോവും. 2 പേരും രഹസ്യമായിട്ടൊന്ന് കണ്ടുമുട്ടിയാലല്ലേ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമാവൂ. അപ്പോ വീട് പണി തുടങ്ങാല്ലേ ജോത്സരെ? തുടങ്ങിക്കോളൂ, ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ദക്ഷിണ. മോളെ, എന്താ അച്ഛാ? അച്ഛൻ ഇത്തിരി കാപ്പി എടുത്തേ. തയ്യൽ ക്ലാസ് പോകാൻ തുടങ്ങുമ്പോഴാ അച്ഛനൊരു കാപ്പി. എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇറങ്ങാം. എന്റെ കബഡി ഭഗവതി, ഇതിനൊക്കെ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് കബഡി നിരത്തി പ്രശ്നം വെച്ചിരുന്നെങ്കിൽ ഒന്നിന്റെ തലവട്ടം കാണത്തില്ലായിരുന്നു. ഇനി എന്താ കാപ്പി? ഗോപാലന്റെ ഷാപ്പ് തന്നെ ഹാപ്പി. Hello, Bruno. Smile, please. Smile, 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 my dear. Smile, eh? Good, good. Well done. കണ്ടോടാ,
ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ബ്രൂണോ ചിരിച്ചിരിക്കുന്നു. അതാണ് അനുസരണ. ഗുഡ്. എന്താടാ ഉജ്ജ്വല, നീ ഉജ്ജ്വലമായി ചിരിക്കുന്നത്? അല്ല, 4 ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ബ്രൂണോയെ വിറപ്പിക്കുന്ന ഒരാളുടെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ പരിശീലിപ്പിക്കുന്നതിന് ഗുണമാടാ. അല്ല മുതലാളി, ഇതുപോലത്തെ 4 ഇംഗ്ലീഷ് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ? ഉജ്ജ്വല, കിടത്തല്ലേ കിടത്തല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, പട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാവും. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവളുമാരോട് ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയെ പറഞ്ഞാലും തലേ കയറത്തില്ല. ആരോടല്ല കേറാത്തത്? അതായത് അതെ, ഈ പത്മാവതി ഇവനോട് എത്ര പറഞ്ഞാലും തലേ കയറത്തില്ല. പാവയ്ക്ക ജ്യൂസ് കയ്പാണ് പറഞ്ഞിട്ട് ഇവൻ വിശ്വസിക്കുന്നില്ല. നീ എങ്ങനെ പറഞ്ഞാടോ ഉജ്ജില? ഏയ്, ഞാനങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞില്ലേന്ന് ചോദിച്ചാ പറഞ്ഞില്ലേ? പറഞ്ഞു. പാവയ്ക്ക ജ്യൂസിന് നല്ല മധുരമാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാ നിന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് എന്നെ കാര്യം. പാവയ്ക്ക നീരിന്റെ മാധുര്യം ഉജ്ജ്വലനൊന്നും അറിയട്ടെ അല്ലേ പത്മം? ഇങ്ങോട്ട് വാടാ. വേണ്ട, ഇത് കുടിച്ചേ. വേണ്ട കൊച്ചമ്മ, വേണ്ട കൊച്ചമ്മ, വേണ്ട. പാവയ്ക്ക നീര് മധുരമായാലും കയ്പായാലും മുതലാളി കുടിച്ചോട്ടെ. മുതലാളിക്ക് ഞാൻ വേറെ കൊടുത്തോളാം. നിന്നോട് കുടിക്കാനാ പറഞ്ഞത്. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഇവിടെ ജോലിയില്ല. കേട്ടോ, പത്മാവതി പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇവിടെ പണിയില്ല. കുടി. അല്ല, അത് വേണോ കൊച്ചമ്മേ? ഇത് കുടിച്ച ഉള്ള പഞ്ചാരയും കൂടെ കുറഞ്ഞ് ഞാൻ തല ചുറ്റി വീഴും. വീണോട്ടെ, ബാക്കി കാര്യം ഞങ്ങളേറ്റു. അല്ലേലും നിനക്ക് ഇത്ര പഞ്ചാര കൂടുതലാണ് നാട്ടുകാരുടെ സംസാരം. കുടിയടാ. കുടിക്കടാ. കുടിക്കാനാ പറഞ്ഞത്. എന്നിട്ട് വേണം അങ്ങേർക്ക് വേറെ ജ്യൂസ് എടുക്കാൻ. കുടിയടാ. കുടിക്കടാ. അത് കൊള്ളാല്ലേ അമ്മാവാ? വാ വാ വാ. ശകനം കേട്ടവൻ എഴുന്നള്ളുന്നുണ്ട്. നിങ്ങളുടെ സംസാരം കേട്ടാ എന്റെ കൺട്രോൾ പോകും. നീ ഇത് പിടിച്ചേ ഉന്തം. നീ എന്താ വരാത്തേന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം അമ്മായി? ഓ, ഇവിടെ എന്ത് വിശേഷം? ഞാൻ ഇന്നലെ നിന്നോട് വരാൻ പറഞ്ഞത് ചെറുതാണെങ്കിലും കിട്ടിയ പണി കളഞ്ഞില്ലേ, ആ കത്തനാരച്ചന്റെ കാല് പിടിച്ചെങ്കിലും ജോലി തിരികെ കയറിക്കൂടെ എന്നൊക്കെയല്ലേ അമ്മാവൻ പറയാൻ ഉദ്ദേശിച്ചത്? കത്തനാരച്ചന്റെ പണി പുല്ല് പോവാൻ പറയണ. എടാ, വലിയൊരു കാര്യം പറയാൻ വേണ്ടി നിന്നോട് വരാൻ പറഞ്ഞത്. എടാ, നിന്റെ പെണ്ണ് വ്യാഴാഴ്ച വരുന്നെന്ന്. ആര്? ആരാടാ നിനക്കൊരു പെണ്ണുള്ളത്? ഒറ്റട്ടി എന്നാണ്ടല്ലോ. എടാ, ഈ മൂവാണ്ടം മാവിന്റെ തുഞ്ചത്ത് ഊഞ്ഞാല് കെട്ടി ഒരു മാമ്പഴ കൊതിച്ച് ആട്ടിയ കാര്യം നീ മറന്നു പോയോടാ കഴുതേ. അതേടാ, നിന്റെ നീലിമ അമേരിക്കയിൽ നിന്നും വരുന്നു. എന്റെ മോള് അമേരിക്കയിൽ നിന്ന് വരുന്നു കേട്ടിട്ട് ഇവിടെ എന്താ തുള്ളിച്ചാടുന്നത്? എന്താ, ഞാൻ അറിയാത്ത വല്ല ബന്ധവും നിനക്കുണ്ടായിരുന്നു? എന്താ പറഞ്ഞത്? അല്ല, നിന്റെ മോളൊന്ന് അടിവരയിട്ട് പറഞ്ഞത് കൊണ്ട് ചോദിച്ചു പോയതാ. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യമാ. അതിനാരാ ഇവിടെ മറ്റുള്ളവര്? അവിടെ തന്തയും തള്ളയും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവനാ. ഇവനാണെങ്കി അവളെ കെട്ടാൻ പോകുന്നവനല്ലേ. കൊള്ളാവല്ലോ, അമ്മാവനും അനന്തരനും കൂടിയുള്ള തീരുമാനം. അമ്മാവനും അനന്തരവനും കൂടി ഇപ്പോഴത്തെ തീരുമാനമല്ല പത്മാവതി. ഞാൻ എന്റെ പെങ്ങൾ സുലോനയ്ക്ക് കൊടുത്ത വാക്കാ. അവള് കണ്ണടയ്ക്കാൻ നേരത്ത് കൊടുത്ത വാക്ക്. ഓ, പണ്ടക്കാരൻ കൊടുത്ത വാക്ക്. അതിനവളെ അനുസരിച്ചിട്ട് വേണ്ടേ? അവളെ അമേരിക്കയിലെ സായിപ്പന്മാരെ കണ്ട് വളർന്നതാ, അല്ലാതെ. കല്യാണമൊക്കെ പിന്നെ നിശ്ചയിക്കാം. ആദ്യം പാവയ്ക്ക ജ്യൂസ് കുടിക്കും. എന്തിനാ പത്മാവതി പാവയ്ക്ക ജ്യൂസ്? അതിനേക്കാൾ കയ്പുണ്ടല്ലോ നിന്റെ വാക്കുകൾക്ക്. കുടിക്കും മനുഷ്യ. അമ്മായിക്ക്? അതേടാ, നിന്റെ അമ്മായിക്ക് നാവ് 4 മുഴം കൂടുതലാ, മനസ്സിൽ ഇത്തിരി വിഷവും. നീ ധൈര്യമായിട്ടിരിക്കേ. അവൾ എന്റെ മോളാ. അവൾ അമേരിക്കയിലാ വളർന്നെങ്കിലും അവളുടെ പഴയ കളിക്കൂട്ടുകാരൻ അവള് മറന്നിട്ടില്ല. അവളിങ്ങും വന്നോട്ടറാ. വന്നാ ഉടനെ നിങ്ങളുടെ കല്യാണം അമ്മാവൻ അടിച്ചു പൊളിക്കാൻ പോവാടാ മക്കളെ. കൊലപാതകത്തിന് പോയ സമാനം പറയേണ്ടി വന്നല്ലോ. എന്നെ കണ്ടിട്ട് നിർത്താതെ പോകാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ടൊന്നും ചാടി വീണേ. അതിന് ഞാൻ പാർവതിക്കുട്ടിയെ കണ്ടില്ലല്ലോ. അയ്യടാ, നിന്നോടല്ലേ പറഞ്ഞത്? എന്റെ ഭാഗവതർ കുട്ടനോടാ പറഞ്ഞേ. വേണ്ട, ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഭാഗവതർ കുട്ടാന്ന് വിളിക്കരുതെന്ന്. ഇനിയും വിളിക്കും ഭാഗവതരോട്ട് ഭാഗവതരോട്ട്. ഇനി അവനെ എന്ത് വിളിച്ചിട്ട് ഒരു കാര്യമില്ല.
ഇവന്റെ അമേരിക്കക്കാരി ഉണ്ടല്ലോ, അവള് വ്യാഴാഴ്ച വരാൻ പോവാ. ഏയ് ആ പെണ്ണെന്ന് വരാൻ പാടില്ല. അവള് വല്ല സായിപ്പിനെ കല്യാണം കഴിച്ച് അവിടെ ജീവിക്കുന്നുണ്ടാവും അല്ലേ ഇന്ത്യട്ട? അല്ല, എന്റെ നീലിമ വരുന്നുണ്ട്. ഞാൻ അവളുടെ സായിപ്പ്. നീ വണ്ടി എടുക്കടാ. എനിക്ക് പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, വാചകം അടിച്ച് വീമ്പിളക്കി നിങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു വഴിയോര കച്ചവടക്കാരനല്ല ഞാൻ. വ്യാപകരില്ലാതെ ദേഹമലയ്ക്ക് പണിയെടുത്ത് ക്ഷീണിച്ചവശനായി വീട്ടിൽ ചെന്ന് സ്വന്തം പ്രിയതമയോട് വയ്യ വയ്യ എന്ന് പറയുന്ന പുരുഷന്മാർക്കുള്ളതാണ് ഈ സന്താനവർദ്ധനി. കന്യാകുമാരിയിൽ ഒരു കാർത്തിയായിനി സന്താനവർദ്ധനി കഴിച്ച് 6 മാസം കോമനായ ഒരു കുമാരന് ജന്മം നൽകിയ വിവരം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഇതിന്റെ ഉറവിടം ശ്രദ്ധിക്കൂ. 42 കൂട്ടം പച്ചമാങ്ങകളും പച്ചമരുന്നുകളും 7.5 കൂട്ടം നെയ്ശകലങ്ങളും ചില പ്രത്യേകതരം ഇഴജന്തുക്കളുടെ സത്തുക്കൾ അരച്ചു ചേർത്തുണ്ടാക്കിയതാണ് ഈ സന്താനവർദ്ധിനി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയല്ല, പൊള്ളാച്ചി മുതൽ ചെന്നൈ വരെയല്ല, ബോംബെ മുതൽ മുംബൈ വരെയല്ല, പിന്നെയോ സിംഗപ്പൂർ, കാൺപൂർ, ജംഷഡ്പൂർ, കോലാലംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സന്താനവർദ്ധിനി സ്ഥാനം പിടിച്ചു. 10 വർഷമായിട്ടും പ്രസവിക്കാതിരുന്ന പൊള്ളാച്ചിക്കാരി പെണ്ണമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എന്റെ സന്താനവർദ്ധിനിക്ക് കഴിഞ്ഞ വിവരം ഞാൻ അഭിമാനപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. പ്രസവിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എന്റെ സമ്മർദ്ദനികൾ കൊണ്ട് ഗർഭം ധരിച്ച സ്ത്രീകളുടെ കഥ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ ഞാനിവിടെ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസവിക്കാത്ത പുരുഷന്മാർക്കും ഉത്തേജനമില്ലാത്ത സ്ത്രീകൾക്കും വാങ്ങിക്കാം. ഏതാനും കുപ്പികൾ മാത്രം ബാക്കി. കുടുംബാസൂത്രണ കമ്മീഷൻ ഒരു പക്ഷേ ഇതിന്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കാം. അതിനു മുമ്പ് വാങ്ങി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പുറകെ നിൽക്കുന്ന വല്യച്ഛനൊന്ന് വഴിയെടുക്കൂ. ഇതാ വല്യച്ഛ, എല്ലാം മംഗളമായിരിക്കട്ടെ. ഇനി ആരാണ്? ആ കടന്നു വരും. ഇത് കുട്ടികളെടുത്ത് കഴിക്കാതെ സൂക്ഷിക്കണം. ഇനി ആർക്കാണ് സന്താനവർദ്ധനി? ആളാരാണ്? അപ്പാപ്പഴ 5 കുപ്പിയെങ്കിലും വേണ്ടി വരും. തൽക്കാലം 1 കുപ്പി തരാം. ചേച്ചിക്ക് വേണം, തരാം. എല്ലാ സ്ത്രീകൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് സന്താനവർദ്ധനി. ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും പോകാം. എല്ലാവരും പിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം. ഭാഗ്യസിദ്ധി ലഭിക്കുന്നവർ എന്നെ അറിയിക്കാൻ മറക്കരുത്. എന്റെ അഡ്രസ് ആ കുപ്പിയുടെ ലേബലിൽ തന്നെയുണ്ട്. തീർന്നു പോയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. 1 കുപ്പി സ്പെഷ്യലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചാ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളുണ്ടാവോ? ഉണ്ടായില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. തെറ്റിദ്ധരിക്കണ്ട, വേറൊരു മരുന്ന് തന്നു സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. ഇത് കഴിച്ച് ഭർത്താവിന് ഫലം കണ്ടാൽ മാത്രം പണം തന്നാൽ മതി. അതുവരെ ഈ കുട്ടിക്ക് ഫ്രീ. ഇതിന് പ്രത്യുപകാരമായി ചേട്ടൻ എനിക്കൊന്ന് കാണണം. ഞാൻ അടുത്ത ആഴ്ച വരാം. ഒന്ന് എടുപ്പിക്കാനാ. കൂറിൽ ജനനം, ഉത്തരാടം ആദ്യവാദം. 18 വയസ്സ് വരെ പയ്യൻ പൊടി പൊടിക്കും. പിന്നെ രാഹുവിന്റെ വരവാ. രാഹു വന്ന ഇവന്റെ ജീവിതം കട്ടപ്പുകയായിട്ടാ കാണുന്നത്. ഇരിപ്പ് കള്ള് ഷാപ്പിലും കിടപ്പന്യ വീട്ടിലും. അഴി പാഴ്സലായിട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാ. കൊള്ളാം. സന്ധ്യ നേരത്ത് ഒരാളിരുന്ന് ഒറ്റയ്ക്ക് ചിരിക്കുന്നു. വേറൊരുത്തി മൂതിരായി പിടിച്ച പോലെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നു. എന്റെ ഭഗവാനെ, ബാക്കിയുള്ളവൾ ഓടി നടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ ഇത്തിരി വെള്ളം തരാൻ പോലും. എന്തിരിപ്പാടി ഇത്? നിനക്ക് എന്ത് പറ്റി? ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ചേച്ചിക്ക് എന്താ? നീ ഇരിക്കേ കിടക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ അതിനൊക്കെ ചില രീതികളുണ്ട്, പ്രത്യേകിച്ച് പെമ്പിളാർക്ക്. ചേച്ചിക്ക് അറിയാവുന്ന രീതികളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ടില്ലേ അവൾ ചൊറിയുന്ന വർത്തമാനം പറയുന്നത്? എന്റെ ദൈവമേ, ഇവൾക്ക് ഇന്ന് എന്ത് പറ്റി? എന്തിനാ സുമുഖി നീ അവിടെ നേരെ വെറുതെ കയറ് പൊട്ടിക്കുന്നേ? അവൾ നക്ഷത്രപ്രകാരം ശുക്രദശയാണെങ്കിലും രാഹു 11-ലാ. ഇത്തിരി പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. അതെ, 2 പൊട്ടിക്കാതെ എന്റെ കുഴപ്പാ. മുല്ലപ്പൂ മണക്കുന്നല്ലോ. മോള് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല അച്ഛാ. വിളക്കിലിടട്ടെ. ജനുവേട്ടനോട് അച്ഛാ? ഈ സമയത്ത് അവൻ ഇവിടെ പോവാനാ? ജോലിക്ക് പോകാൻ ഒരുങ്ങായിരിക്കും. അയ്യോ, ജനുവേട്ടന് ഞാനിന്ന് ജോലിക്ക് വിടില്ല. ഫാക്ടറി പരിസരത്ത് മുഴുവൻ ലാത്തി ചാർജ് അച്ഛാ. എന്റെ ഗുരുവായൂരപ്പാ, രാത്രി ഇവിടെ വീശുവോ? മുല്ലപ്പൂ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ. ഇത്തിരി പൂവൊക്കെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കേ. ഇതേ വേറെ ആവശ്യത്തിനുള്ളതാ. കുളിച്ചീറനായി നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തി മുടിയിൽ മുല്ലപ്പൂ ചൂടി നമ്മറമുഖിയായി പ്രാണനാഥന്റെ അരികിലേക്ക് മന്ദം മന്ദം ചെല്ലുക. പ്രേമപൂർവ്വം സന്താനകൽപ്പം 2 or 3 സ്പൂൺ നാവിൽ വച്ചു കൊടുക്കണം. അവസാനത്തെ സ്പൂൺ പാതി ഭർത്താവും പാതി ഭാര്യയും പങ്കിട്ട് കഴിക്കണം. പിന്നെ എല്ലാം ഒരു ഇളം കാറ്റുപോലെ സംഭവിക്കും. കൂടുതൽ കഴിച്ചാൽ കൊടുങ്കാറ്റായി മാറാനും സാധ്യതയുണ്ട്. കൊടുങ്കാറ്റെങ്കിൽ കൊടുങ്കാറ്റ്.
എങ്കിൽ ധൈര്യമായി മുന്നേറും. എനിക്കൊന്ന് പ്രസവിക്കണം. സായിപ്പന്മാരുടെ കള്ളിന് എന്തൊരു ചവർപ്പ. തൊട്ട് നക്കാൻ ഇത്തിരി വിച്ചു പോലും ഇല്ലല്ലോ. മോളെ മാറക്കുട്ടി, അച്ഛന് തൊട്ട് നക്കാൻ എന്തെങ്കിലും ചോട്ടെ. ആ മേശപ്പുറത്തെങ്ങാനും കാണും. ഓ, എവിടത്തെ മേശപ്പുറത്താന്ന? ഓ, പിള്ളേരൊന്നും ഗുണം പിടിക്കത്തില്ല. കൊള്ളാം. കെട്ടിയോനും കെട്ടിയോളും കൂടെ രാത്രി ഉറക്കമിളച്ചിരുന്ന് അരവണ പായസം ആദ്യമില്ല. പായസം പായസം കള്ളിന്റെ കൂടെ മധുരം അടിച്ചാ ഇരട്ടി ഫലമാന്നാ പറയുന്നത്. കാനന ഛായയിൽ അടുമയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. കാനന ഛായയിൽ അടുമയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. എന്റെ ദൈവമേ, ഈ കിഴവൻ ഇതെടുത്ത് കഴിച്ചു കളഞ്ഞു. അറിഞ്ഞില്ലേ നിന്റെ പ്രശ്നം? അറിഞ്ഞില്ലേ? ബാ. നിന്റെ മകങ്ങൾ ചാവാൻ നിൽക്കുന്നു. ഇവന് ചാവാൻ വേണ്ട വല്ല കാര്യമുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം ശവം എടുക്കും. ഇന്നത്തെ ദിവസം അതാണ് ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്ത്. മോനെ വിന്ധ്യ, സുഖി, ഇതെങ്ങോട്ടാ രാവിലെ എല്ലാരും കൂടെ? നമ്മുടെ വിന്ധ്യ മാമകളത്ത് ചാകാൻ നിൽക്കുന്നു. ചേട്ടാ വാ. നിന്നെ അത്യാവശ്യമാ പുഞ്ചക്കരി പാടത്ത് തോമാറ്റം തിരക്കി. അങ്ങോട്ട് ചെല്ലും. അയ്യോ, ഒരു പോലീസുകാരുടെ കാര്യം പറഞ്ഞിരുന്നു. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് ചെല്ലേ. ഞാനിപ്പോ വരാം. ആ ശരി. എന്തിന്റെ കാര്യം? ഇല്ല, നിങ്ങളെല്ലാരും പോയാലേ ഞാൻ ഇറങ്ങൂ. ഈശ്വര, പോകാനാ പറഞ്ഞത്. അയ്യോ അല്ല, കാര്യം എന്തായാലും ഞങ്ങള് സാധിച്ചു തരാം. നീ താഴോട്ടിറങ്ങി വാ. എടാ മുടിഞ്ഞവനെ, തൂങ്ങിച്ചാകാൻ നീ വേറൊരു മരം കണ്ടില്ലേ? താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ എറിഞ്ഞിനെ ഞാൻ കൊല്ലും. ഇറങ്ങടാ. ഇറങ്ങാൻ മനസമാധാനമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല അമ്മായി. അയ്യോ വേണ്ട മായി, അവ ഇറങ്ങും. മോനെ ഞാനല്ലേ വിളിക്കുന്നത്, ഇറങ്ങി വാടാ. എല്ലാരും പോകാനാ പറഞ്ഞത്. എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പിന്നീട് നീ കടുങ്ങി ചെയ്ത ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഭാഗ്യം, ഇന്ത്യന്റെ അമ്മാവനെത്തി. അങ്ങേര് പറഞ്ഞ അനുസരിക്കായിരിക്കില്ല. അത് ശരിയാ, സാറ് പറഞ്ഞ കേൾക്കായിരിക്കും. എന്താ എന്താ ഇവിടെ പ്രശ്നം? തോർത്തെടുത്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ. നോക്കിയേ, തൂങ്ങിച്ചാ നമ്മളെ മാവേല കയറിയിരിക്കുന്നേ. അയ്യോ അമ്മാവ, ഞാൻ ഈ കയറുമായിട്ട് ഇവിടെ കയറാനുള്ള സാഹചര്യം അമ്മാവൻ അറിയില്ലേ? എന്ത് സാഹചര്യം? വിന്ധ്യ, നീ എന്ത് വിവരക്കടയായി കാണിക്കുന്നേ? എടാ, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ നടത്തി തരുമെന്ന് നിനക്ക് അറിയാമല്ലോ. മക്കൾ താഴേക്ക് ഇറങ്ങി വാ. ഇന്നലെ പറഞ്ഞില്ലേ നീലിമയ്ക്ക് ഊഞ്ഞാൽ ഇഷ്ടാണെന്ന്? നാളെ വരികയല്ലേ,
ഇന്ന് ഊഞ്ഞാലി കെട്ടിയിടാന്ന് വെച്ചു. ഇനിയെങ്കിലും അവരോട് പോവാൻ പറ. സമ്മതിച്ചു. പത്മം, എന്റെ മകൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്വത്തായി മാവും കൊമ്പേ കയറിയിരിക്കുന്നേ. മക്കളെ വാ. അമ്മാവനും മരുമോനും വട്ട, നല്ല അസല് വട്ട. കല്യാണം നടക്കും. ഈ വരുന്ന വ്യാഴാഴ്ച എയർ ഇന്ത്യയുടെ ബോയിങ് 737 ഫ്ലൈറ്റിൽ എന്റെ നീലിമ ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നു. നമ്മളല്ല, ഞാൻ. നീലിമയുടെ ബാല്യകാല സുഹൃത്തും ഭാവി വരനുമായ ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് നേരെ മാമംഗലം തറവാട്ടിലേക്ക്. ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്റർനാഷണൽ ഹോട്ടലിലോ വൈറ്റ് ഹോട്ടലിലോ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നിരിക്കും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നിന്റെ മതാമ്മ കാല് കുത്തിയിട്ടില്ല. അതിനു മുമ്പോട് ഒരു വാചകം. വാചകമാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. പറയട്ടടാ, പറയടാ. ആ, നിനക്കല്പ കോമൺ സെൻസ് ഉണ്ട്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, വഴിയിൽ റെസ്റ്റ് ചെയ്ത് മാമംഗലം തറവാട്ടിൽ ഞങ്ങൾ കാലുകുത്തുന്നു. അവിടെ അമ്മാവൻ ഹാരമിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു. അമ്മായി അത് പറയാതെ ഞങ്ങൾക്കറിയാം. ചൂലെടുക്കുന്നു അല്ലേ? ചാണകം പെട്ടിയ ചൂല്. ഇതാ പറഞ്ഞത് നിനക്കൊന്നും വിവരമില്ലെന്ന്. എടാ, നീലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ അമ്മായി അമ്മയല്ലേ. പിന്നെ അവരെന്തിനു ചൂലെടുക്കണം? അമ്മായി നിലവിളക്കെടുക്കും, കത്തുന്ന നിലവിളക്ക്. പിന്നെ വിവാഹത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ, വിവാഹം, പാർട്ടി, ഹണിമൂൺ ട്രിപ്പ്, റിട്ടേൺ ട്രിപ്പ്. നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ടടാ. പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പോയാലും സായിപ്പിന്റെ നാട്ടില് കടാപ്പുറത്ത് കൂടി ഞാനിങ്ങനെ പാടി പാടി നടക്കും. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ. എടാ, ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെങ്കിൽ സായിപ്പിന്റെ നാട്ടിലേക്ക് നീ എന്നെ കൂടെ കെട്ടിയെടുക്കണം. അവിടത്തെ സായിപ്പന്മാർ എന്റെ സന്താനവർദ്ധിനി കഴിക്കണം. മതാമമാർ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കണം. നിന്റെ സന്താനവർദ്ധിനി സായിപ്പന്മാര് കഴിച്ച പിന്നെ മദാമമാരെങ്ങനെ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കും? അതിനല്ലേ സുന്ദരനായ ഈ കൊച്ചു പ്രേമൻ അമേരിക്കയിൽ കാലുകുത്തുന്നത്, അല്ലേ മോനെ മെൻഡസേ? അതെ അതെ. അല്ലല്ലോ കൊച്ചു പ്രേമ. അതൊക്കെ പോട്ടെ. നിന്റെ ഭാവി വധുവിനെ സ്വീകരിക്കാൻ നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ ഇൻഡീസെന്റ് ആയി പോവും. ശരി, സമ്മതിച്ചു. അമേരിക്കയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് എയർപോർട്ട് വരെ വരാനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, നിന്റെ ഈ പറഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോവരുത്. എന്താ? എയർപോർട്ടിൽ ഡീസെന്റ് ആയിട്ട് പോണം. നീ അമേരിക്കൻ സ്റ്റൈലിൽ. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണമെന്ന് പറയുന്ന ഇതാ. 10:30 ഫ്ലൈറ്റ്. എയർപോർട്ടിൽ പോകാനുള്ള ഫോറിൻ വണ്ടിയുമായി 8 മണിക്ക് എത്തിക്കൊള്ളാന്ന് പറഞ്ഞാൽ കൊച്ചുപ്രേമം പോയത്. മണി ഇപ്പൊ 9 ആയി. അവൻ ആക്സിഡന്റ് പറ്റി കാണൂ. കരുനാക്ക് വളച്ചോരം പറഞ്ഞോണ്ടല്ലോ. നിന്റെ കരുനാക്ക് ഫലിച്ചു. കൊച്ചുപ്രേമന്റെ ആരോ മരിച്ചു. എങ്ങനെ മനസ്സിലായി? നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എല്ലാം വിധിയാണെന്ന് എഴുതി സമാധാനിച്ചാ മതി. എത്ര മണിക്കാ ശവദാഹം? ആരാ മരിച്ചത്? ആര് മരിച്ചു? പിന്നെ ഈ റീത്ത്? അയ്യാ, കടയിൽ ബൊക്ക തീർന്നു പോയി. എയർപോർട്ടിൽ വെറും കൈയോടെ പോണ്ടാന്ന് എഴുതി റീത്ത് വാങ്ങിച്ചതാ. 4 മണിക്ക് ഒരെണ്ണം തന്നാണ്ടല്ലോ. അമേരിക്കക്കാരിയല്ലേ വരുന്നത്. സ്വീകരണത്തിന് കൂടി ചേഞ്ച് ആയിക്കോട്ടെ. ഫോറിൻ വണ്ടി എവിടെ? ആ, അതിന്റെ കാര്യം പറയാനാ വന്നത്. ഫോറിൻ കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. നീ വിഷമിക്കണ്ട. പുഞ്ചക്കരി കഴിയുമ്പോ ഒരു പാടമില്ലേ? പാടത്തിൽ കൂടെ നീന്തി പോണം. അതല്ലടാ, പാടത്തിന്റെ സൈഡിൽ താമസം തോമാച്ചൻ അറിയോ? അറിയാം. ആ, തോമാച്ചൻ ഒരു ഫോറിൻ ടൊയോട്ടയിൽ മണിക്കൂറിന് 300 രൂപ വാടക കൊടുത്താൽ മതി. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കേറി, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇനി ഞാൻ അവർക്ക് എന്തോ എടുത്ത് കൊടുക്കും. ഫ്ലൈറ്റ് ഇറങ്ങി കാണുമോ ഭഗവാനെ? ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അതും ബ്രേക്ക് ഡൗൺ ആയോ എന്തോ. അതെ, ഒരെണ്ണം ഫോണുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ലല്ലോ. അത് പരുന്താണടാ മണ്ട. വളവാണ്, സൂക്ഷിക്കണേ. വീരപ്പൻ വേഷം മാറി പൂവൻകോഴി വേണോ, പിടക്കോഴി വേണോ, അതോ കാട വേണോ? എടാ, പൂവനായാലും കാടനായാലും കോഴി മതി. നീ ഒന്ന് വേഗം പോയിട്ട് വാ. എന്നാ കാശെന്താ? ഇത് എണ്ണ എന്തോ ഉജ്ജ്വല, എടാ, ആ വരുന്നത് എന്റെ അനന്തരവനും കൂട്ടുകാരും അല്ലേടാ? അതെ. ഇവന്മാർക്ക് എന്ത് പറ്റി? എയർപോർട്ടിൽ പോയാൽ ഈ വേഷത്തില് ഇനി പുലികളി കഴിഞ്ഞു വല്ല ഏത് കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് വരികയാടാ. കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് കൊച്ചവറാ. അമ്മ പോകുന്ന വഴിക്ക് കാർ ഓടിച്ചു വന്ന ഒരു താടക ഞങ്ങൾ ഇടിച്ച് പാടത്തോട്ടിട്ടു. പിന്നെ ചെലി പുരണ്ട് ഈ വേഷത്തിൽ എങ്ങനെ എയർപോർട്ടിലേക്ക് പോകും? അത് ശരി. ഏത് പെണ്ണുമ്പിളിയാണോ ചതി ചെയ്തത്? അവളുടെ മുഖം കണ്ടില്ല, ബാക്ക് സൈഡ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ വണ്ടിയുടെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാ? 076785.
നോക്കുന്നേ. മാഡം പറഞ്ഞത് കറക്റ്റാ. അവളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു മോന്തര ഷേപ്പ് ഞാൻ മാറ്റിയനെ. ഓ ശരിയാ, ഞാനും അവളെ ഇടിച്ചേനെ. എന്നാലേ ആ കാർ ഓടിച്ചിരുന്ന ഞാനാ. കുഞ്ഞിനാളിൽ നീ എത്ര പ്രാവശ്യം ഇവനെ പാടത്ത് തള്ളിയിട്ടിട്ടുണ്ട്. ഇപ്പൊ മോഡേൺ ആയപ്പോൾ കാറടിച്ച് തള്ളിയിട്ടു, അത്രേ ഉള്ളൂ. ആ മോളെ, എത്ര പ്രാവശ്യമാ ഇവൻ നിന്നെ ഊഞ്ഞാലാട്ടിട്ടുള്ളത്? എത്രയെത്ര മാമ്പഴവ എത്താ കൊമ്പത്തുനിന്ന് ഇവൻ നിനക്ക് പറിച്ചു തന്നിട്ടുള്ളത്. നിന്റെ ഈ പഴയ കുട്ടിക്കുരങ്ങനെ. എന്താ? ആരെയാ സ്വപ്നം കണ്ട് കിടക്കണേ? ഏയ് ആരെയല്ല. ഏയ് അതല്ല, എന്തായാലും എന്നെ അല്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്ത്യന്റെ സ്വപ്നത്തിലെങ്കിലും കടന്നു വരാനുള്ള യോഗ്യത പാവ ഈ ജോത്സ്യരുടെ മകൾക്കുണ്ടോ? അതെ, പാർവതി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാലേ മോശമാ. ഈ വീടിന്റെ ഓരോ മൂലയിലും ഞാൻ കയറി വരാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോ കയറി വന്നാലും ആർക്കും ഒന്നും തോന്നില്ല. അയ്യോ അങ്ങനെയല്ല. ഇനി അഥവാ തോന്നെങ്കിൽ തന്നെ അത് വിന്ധ്യേട്ടന് മാത്രമേ. വിന്ധ്യ പാർക്കുട്ടി എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ ചേച്ചി. ഇന്നലെ സന്ധ്യക്ക് അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോ നീ എന്താ വരാതിരുന്നേ? കനിയാത്ത ഭഗവാനെ തൊഴുതിട്ട് എന്താ കാര്യം? എന്തു പറ്റി? നിനക്കൊരു നിരാശ? ഏയ് ഇല്ല, ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. കാര്യം എനിക്കറിയാം. മക്കളെ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. അല്ല, ഇതാരാ അമേരിക്കക്കാരിയോ? ഞങ്ങളെയൊക്കെ അറിയോ മോളെ? എന്താ അറിയാത്തെ? ഇതാരാ ചേച്ചി? ഇതാ ജോത്സ്യൻ നായരുടെ മോളാ പാർവതി. എനിക്കിവിടെ സ്വന്തം മോളെ പോലെയാ. അമ്മാവന് എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളത്? അങ്കിളിന് മാത്രല്ല എല്ലാവർക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അങ്കിളിന് ഒരു മുണ്ട് ഷർട്ടും. ആ ഇതിരിക്കട്ടെ. നിന്റെയും വിന്ദിന്റെയും കല്യാണത്തിന് തൊടുത്ത് എനിക്കൊന്ന് വിലസണം. ആ എന്ത് പറ്റിയ കുട്ടിക്ക്? ആളൊരു തൊട്ടാവടിയാ, എന്തെങ്കിലും മനസ്സിൽ തട്ടിക്കാണും, അതാ പോയത്. ആ ഇത് വിന്ധ്യന്. സിഗരറ്റ് അവൻ വലിക്കില്ല, ഇങ്ങനെ തന്നേക്ക്. അയ്യേ, സിഗരറ്റ് വലിക്കാത്ത പുരുഷന്മാരെ എന്തിനു കൊള്ളാം. ഷെയിം. ചേച്ചി, ഇതിൽ കുറച്ച് ഡ്രസ്സും കോസ്മെറ്റിക് ഐറ്റംസും ഉണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ കുട്ടി. എന്ന് ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ? അതെന്ത് പോക്കാ, ഊട് കഴിച്ചിട്ട് പോകാം. വേണ്ട അങ്കിൾ, ഒരു 2-3 മാസം ഞാനിവിടെ ഉണ്ട്. അവിടുത്തെ കമ്പനി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നത്തിലാവെങ്കിലും ഒരു 3 മാസം ഇവിടെ നടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. എന്ന് ശരി. ആ ദേ കുട്ടിക്കൊരങ്ങ, സമയം കിട്ടുമ്പോ അങ്ങോട്ടൊന്ന് വരണം. പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്റെ ഇടം വേണം. ആ അവൾ പറഞ്ഞു, നീ കേട്ടല്ലോ. സമയം കിട്ടുമ്പോഴൊക്കെ നീ ഒന്ന് അങ്ങോട്ടേ ഇല്ലേ. എത്രയും വേഗം നിങ്ങളുടെ കല്യാണം നടത്തിയിട്ട് വേണം ഇവിടുത്തെ ബാധ്യതകളൊക്കെ ഒന്ന് തീർക്കാൻ. എന്താ മനസ്സിലായില്ലേ? നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ചേച്ചി ഞാനും സന്തോഷത്തോടെ തന്ന സാധനങ്ങളാ നീ വലിച്ചെറിഞ്ഞ. ഷീലേ, നിങ്ങളാണത് എനിക്ക് തന്നെങ്കിലും അത് നിങ്ങൾക്ക് തന്നത് ഞാൻ ജീവന് തുല്യ സ്നേഹിച്ചിരുന്ന ഒരാളെ തട്ടിയെടുത്തവള. അതറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ സ്വീകരിക്കുന്നത്? ഇങ്ങനൊരു അവസ്ഥ നിനക്കായിരുന്നെങ്കിൽ നീ ഇത് വാങ്ങിക്കോ? അറിയാം, കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിന്റെ വേദന കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ മനസ്സിലാവും. എന്താ ചെയ്യാ, 7 വയസ്സുവരെ കളിക്കൂട്ടുകാരായിരുന്നു നീലിമയും ഏട്ടനും. ഒരു ദിവസമെങ്കിലും വിന്ധ്യേട്ടൻ നീലിമയെ കുറിച്ച് പറയാതിരുന്നിട്ടില്ല. അതിലുപരി എന്റെ അമ്മയുടെ മരണസമയത്ത് അമ്മാവൻ കൊടുത്ത വാക്ക്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കച്ചവട കണ്ണുകൂടി ഇതിനകത്തുണ്ടെന്ന കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. വിന്ധ്യേട്ടൻ നീലിമ ചേച്ചി വിവാഹം കഴിച്ചിട്ട് വേണം സുമേച്ചിയും കുട്ടികളെയും പറഞ്ഞ തുക കൊടുത്ത് ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കാൻ. പിന്നെ എനിക്കൊരു ജീവിതം വേണമെങ്കിൽ നീലിമ ചേച്ചിയുടെ ഔദാര്യം കൂടിയേ തീരൂ. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയാതെ പോയി. അതിന്റെ വിവരക്കേടാ ഞാൻ കാണിച്ചത്. എന്നോട് നീ പൊറുക്കാൻ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്നെയും വിന്ധ്യേട്ടനെ ഒരുമിച്ചേ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ മനസ്സിൽ കാണുന്നതല്ലല്ലോ ജീവിതം. ഞാൻ പോട്ടെ, സുമേച്ചിയും കുട്ടികളും തിരക്കുന്നുണ്ടാവും. ഹലോ, എന്താ കുട്ടിക്കൊരങ്ങെ ഊഞ്ഞാല് പിടിച്ച് സ്വപ്നം കണ്ട് നിൽക്കുന്നേ? ഊഞ്ഞാല് കെട്ടാൻ കയറിയ കഥയൊക്കെ ഡാഡി പറഞ്ഞറിഞ്ഞു. ആളുടെ മുമ്പിൽ ചീപ്പായി പോയല്ലേ? സാരല്ല കേട്ടോ, വിന്ധ്യന്റെ നീലിമയ്ക്ക് വേണ്ടിയല്ലേ. കുട്ടിക്കാലത്ത് തന്നെ ഊഞ്ഞാലിൽ ഇരുത്തി ഇയാൾ ആട്ടിട്ടുണ്ടെന്നൊക്കെ ഡാഡി വീരവാദം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വേണ്ട വിന്ധ്യ, പഴയ മൂടൊന്നും തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനാ. എന്താ മോളെ നീ കാട്ടിയേ?
അവൻ എത്ര പാടുപെട്ടത് കെട്ടിയേ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതെന്താ സ്വർണ്ണൂഞ്ഞാല് വല്ലതുമാണോ? എന്നാൽ ഈ ഊഞ്ഞാൽ ഈ മുറ്റത്ത് കിടക്കുന്നത് കാണാൻ ഒരു ഭംഗി തന്നെയായിരുന്നു. ആ, രണ്ടുപേരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഡാഡിക്ക് ഒരു കാര്യം പറയാം. എന്ത് കാര്യം? മോൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവാഹം നടത്തണം. വന്ന് കയറിയതേ ഉള്ളൂ, അതിനു മുമ്പ് ഡാഡിയും മമ്മിയും തുടങ്ങി. എന്താ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞാ മതി. എനിക്കറിയാം മോളെ, ഡാഡി പറയുന്നതിനപ്പുറം മോൾ ഒന്നും ചെയ്യില്ല. ആ പിന്നെ ജോത്സ്യനെ കണ്ട് മുഹൂർത്തം നിശ്ചയിക്കണം. അമ്പടാ അവന്റെ ഒരു കള്ള ചിരി. കരിയോൺ. ഈശ്വര, ഈ സേർട്ട് വലിക്കുന്നവരെ സമ്മതിക്കണം. എന്ത് കഷ്ടപ്പെട്ട പുക മൂക്കിക്കൂടെ ഊതി വിടുന്നത്. നോക്കടാ മൂക്കി കൂടെ പുക പാടാണ്ട. അമേരിക്കൻ സായിപ്പന്മാരോട് ഇത്ര ഭംഗിയായിട്ട് പുക വിടൂല. ഇതാണ് പറയണത്, പെറ്റ് വീടുമ്പോഴേ സിഗരറ്റ് ഒളിച്ച് തുറക്കണമെന്ന്. എന്തായാലും എനിക്ക് ഈ പുകവല് വേണ്ട. അപ്പം നീലിമയോടൊത്തുള്ള നിന്റെ അമേരിക്ക പോക്ക് വേണ്ടെന്ന് അർത്ഥം. എടാ, നീയല്ലേ പറഞ്ഞത് പുക വലിക്കാത്തവരെ നീലിമയ്ക്ക് ഇഷ്ടമല്ലെന്ന്? എന്ന് വെച്ച് എടാ, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സിഗരറ്റ് തിന്നാൻ വരെ ഈ കൊച്ചു പ്രേമം റെഡിയാ. അതിന് നിന്നെ പ്രേമിക്കാൻ ഏതെങ്കിലും പെണ്ണ് വരണ്ടേ? വരുമടേ, വരും. വന്നു നിന്റെ മദാമ്മ വന്നു. എന്താടാ അവളെ കയ്യിലൊരു തോക്ക്? തോക്കല്ലടാ, അത് ബൈനോക്കുലേഴ്സാ. അയ്യേ, ഇതിൽ കൂടെ നോക്കിയാലാണ് തുണിയില്ലാതെ കാണുന്നത്. വൃത്തിയോട് പറയാതെ അതെങ്ങോട്ട് കളയടാ. എന്റെ പെണ്ണിന്റെ മുമ്പില് നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഞാൻ മൊത്തം സേർട്ട് വലിച്ചാ മതി കേട്ടോ. ഹായ് വിന്ധ്യൻ. അകത്തോട്ട് വരി. എന്താ മൂന്നുപേരും കൂടെ ഇവിടെ? അതെ, സമയം കിട്ടുമ്പോ ഒഴിവ് സമയം ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോ ഞാൻ ഇങ്ങനെ ചെയിനായിട്ട് സേർട്ട് വലിക്കും. ഒരു ദിവസം 25 പാക്കറ്റ് വലിക്കും. എവർക്ക് വലിക്കാൻ അറിയില്ല. ഞങ്ങൾ ചേർന്ന് വലിപ്പിക്കും. Are you free now? യെസ്, ഫ്രീ. ഐ ഓൾസോ. കണ്ട, ഐ നോ ഇംഗ്ലീഷ്. എന്നാ വാ, നമുക്കൊന്ന് ചുറ്റിയടിക്കാം. എന്നാലേ ഞങ്ങളൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ ഇവിടെ കുറ്റി അടിച്ചിരിക്കുക. പോവാം. ഓ, ഐ ആം റെഡി. ഇവൻ വലിച്ചു ചാവത്തേ ഉള്ളൂ. ഒന്ന് കിട്ടിയാലേ ശരിയാവും. ഇതെന്തിന്? നീ പറഞ്ഞിട്ടല്ലേ? ഞാൻ അവന്റെ കാര്യം പറഞ്ഞ. അലിയോ, അലിയന്റെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ അലിയനെ കൊണ്ട് ഇച്ഛാ വരപ്പിക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ അവിടെ, ആ പത്മാവതി. എത്ര പണം കണ്ടാലും മതി വരാത്തൊരു ആർത്തിപ്പണ്ടാരം. അലിയന്റെ മോളെ അവളെങ്ങാനും പറഞ്ഞു തിരിപ്പിക്കുമെന്നാണ് എന്റെ പേടി. അളിയൻ പറഞ്ഞത് സത്യം തന്നെയാ. അവളാളൊരു ഭദ്രകാളിയാ. പക്ഷെ നീലിമ എന്റെ മോളാ. പണത്തിൽ കിടന്ന എന്റെ മോള് വളർന്നത്. പണം കണ്ടാ മഞ്ഞളിക്കുന്ന കണ്ണല്ല അവളുടേത്. അളിയാ, ഞാൻ പറഞ്ഞ വാക്ക് ഉറപ്പാ. ആ ഉറപ്പിന്മേലാ എന്റെ ഇരിപ്പ്. അളിയനോട് ഞാൻ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. വിന്ധ്യന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇവളെ ഒന്ന് നായരുടെ വീട്ടിലേക്ക് അയക്കാൻ. നല്ല ജീവിതമായി ഇങ്ങനെ വെന്തുരുകുന്നത്. ബാലന്റെ വല്ല വിവരമുണ്ടോ സുമേ? ഇന്നാൾ ഒരു ദിവസം വഴിയിൽ വെച്ച് അച്ഛനെ ഞങ്ങൾ കണ്ടു. അപ്പൊ അച്ഛൻ എന്നോട് പറയുവാ, അച്ഛൻ വേറെ കല്യാണം കഴിക്കാൻ പോവാന്ന് അമ്മയോട് പറഞ്ഞേക്കാൻ. ഇതിവളുടെ കാര്യം. ഇനി കെട്ടിച്ചു വിടാൻ നിൽക്കുന്നവളുടെ കാര്യം ഞാൻ പറയണം. എന്താ അളിയ ഇത്? എനിക്കെല്ലാം അറിയാവുന്നതല്ലേ. പേടികൊണ്ടാ. അളിയൻ ചുമ്മാതിരി. വിന്ധ്യനും നീലിമയും തമ്മിലുള്ള വിവാഹം ഞാൻ ഇന്നോ ഇന്നലോ തീരുമാനിച്ചല്ലെന്ന് അളിയനും അറിയാവല്ലോ. അറിയാം. എന്റെ സുലോചനയ്ക്ക്, അളിയന്റെ പെങ്ങക്ക് കണ്ണടയ്ക്കാൻ നേരത്ത് അളിയൻ കൊടുത്ത വാക്കാ. ഞാനും പത്മാവതിയും എല്ലാം അതിന് സാക്ഷിയാ. എങ്കിലത് ഉടനെ നടന്നിരിക്കും. ജോത്സ്യൻ ഭാസ്കരൻ നായർ പ്രവചിച്ചാൽ അത് കല്ലേക്കിറ്റ. അത് അളിയനും അറിയാവല്ലോ. ഈ കല്യാണം ഞാൻ നടത്തുവളിയാ. രാജപ്പൻ നായരാ പറയുന്നേ. ഞാനെന്നാ വരട്ടെ മക്കളെ. ആ, മക്കളിങ്ങി വന്നേ. ആ, പിന്നെ മോള് കൊണ്ടുപോയി മുട്ടായി മേടിച്ചു. വരട്ടെടി. എന്റെ മനുഷ്യ ആർക്ക് വാക്ക് കൊടുത്ത കാര്യം നിങ്ങൾ ഈ പറയുന്നേ? പത്മാവതി, എല്ലാം അറിഞ്ഞിരുന്നിട്ടും ഒരുമാതിരി ചൊറിയുന്ന വർത്താനം നീ പറയരുത്. ദീനം വന്ന് മരിക്കാൻ കിടക്കുമ്പോ നിന്റെ മുന്നിൽ വെച്ച എന്റെ പെങ്ങൾക്ക് ഞാൻ വാക്കു കൊടുത്തത്. അന്ന് നീയും പറഞ്ഞു നീലിമ വിന്ധ്യനുള്ളതാണ്. ആ, പറഞ്ഞതൊക്കെ ശരിയാ. മരിക്കാൻ പോകുന്നവരുടെ പലതും ജീവിച്ചിരിക്കുന്നവർ പറയും. അതൊക്കെ പ്രവർത്തിയാക്കണം എന്ന് വെച്ചാലേ കുറച്ച് കഷ്ടമാ. നീലിമയെ കാശുള്ളടത്ത് കെട്ടിച്ചയച്ചാ ചത്തുവരെ നിങ്ങളുടെ പെങ്ങൾ കാണാൻ പോവോ? നീ പറഞ്ഞത് ശരിയായിരിക്കാം. അവള് കാണുന്നില്ലായിരിക്കും.
പക്ഷെ എന്റെ മനസാക്ഷി കാണുന്നുണ്ടല്ലോ. ഓ തുടങ്ങി എന്തൊരു മനസാക്ഷി. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, 4 കാശുള്ളടത്ത് എന്റെ മോളെ ഞാൻ കെട്ടിച്ചേക്കത്തുള്ളൂ. ഓ കാശേ കാശേ കാശ്. ചത്ത് കഴിഞ്ഞാലും നീ കാശ് കണ്ട കയറ്റുകാരുമല്ലോടി. ഓ ഇങ്ങനെ കാശോട് ആർത്തിയുള്ളൊരു പിശാശ്. ഒന്നും നീ കൂട്ടിക്കോ. എന്റെ മോള് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വിന്ധ്യനെ ആയിരിക്കും. ആ കാണാം കാണാം. എന്താ ഡാഡി കാണാൻ പോകുന്നത്? കണ്ടിട്ട് ഒരു ഉടക്കലൈനുണ്ടല്ലോ. അല്ല മക്കളെ, ഞങ്ങളെ നിന്റെ കല്യാണക്കാരി ആലോചിക്കുകയായിരുന്നു. അതെ മോളെ, നീ ഇങ്ങേരുടെ മകൾ അല്ലാത്ത പോലെ ഇങ്ങേരുടെ സംസാരം. 4 കാശിന് വകയില്ലാത്ത ദാരിദ്ര്യം പിടിച്ച വീട്ടിലേക്ക് നിന്നെ കെട്ടിച്ചേക്കണമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. നീ സമ്മതിക്കണ്ടടി, എന്റെ മോള് സമ്മതിക്കും. എനിക്കറിയാം, എന്റെ വിന്ധ്യനെ എന്റെ മോൾക്ക് ജീവനാണ്. എന്റെ വിവാഹത്തെ കുറിച്ച് ഡാഡിയും മമ്മിയും കുറെ നേരെ സംസാരിക്കുന്നു. എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ എനിക്ക് ഇത്തിരി സമയം തന്നൂടെ? അത് ന്യായം. മോളെ, വിന്ധ്യനോടുള്ള മോളുടെ വിവാഹം ഡാഡി ഉറപ്പിക്കട്ടെ. വേണ്ടെന്ന് പറ മോളെ. അമ്മ നല്ല 1-ാം തരം കാശ് എന്റെ മോക്ക് കൊണ്ട് തരാം. അത് മതി പറ. എന്ത് തീരുമാനിക്കണമെന്ന് എനിക്കൊരാളോട് ചോദിക്കേണ്ടതുണ്ട്. ആരാ മോളെ അത്? മിസ്റ്റർ ശിവപാൽ. ശിവപാൽ അതാരാ? ഡാഡി, നാളെ നമുക്ക് 3 പേർക്കും കൂടി ഒരിടം വരെ പോണം. അവിടെ വെച്ച് ശിവപാലിനെ ഞാൻ പരിചയപ്പെടുത്താം. ശിവപാൽ. ടി കെ സർ, എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കും. അതിനുള്ള എല്ലാ മൂവ്മെന്റ്സും തുടങ്ങിക്കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ ഉടനെ. പിന്നെ ബിസിനസിന്റെ കാര്യം. പ്ലീസ് ഗിവ് മീ സം ടൈം. താങ്ക് യു. ഹലോ ശിവൻ. ഹലോ നീലി. മീറ്റ് മൈ ഡാഡി. നമസ്കാരം. നൈസ് മീറ്റ്. സെയിം ടു യു. പ്ലീസ്. താങ്ക് യു. പേരെനിക്കറിയാം, മിസ്റ്റർ രാജപ്പൻ നായർ. അതെ അതെ, രാജപ്പൻ നായർ. സ്റ്റേറ്റ്സിൽ ബിസിനസ്സുകാർക്കിടയിൽ MR നായർ എന്ന സ്ഥാനപ്പരിപാടി ഉണ്ടായിരുന്നു. ഹൈനോ, നീലിമ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വെച്ച് പരിചയക്കാരാ. മോളെ, ഇത് എന്തൊരു ബംഗ്ലാവാ. ഇത് വേണം എത്ര രൂപ വേണ്ടി വന്നു? നീലിമയുടെ അമ്മയ്ക്ക് വീട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഈ കൊട്ടാരം കണ്ടാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? എങ്കിൽ മമ്മി എടുത്തോ. വന്ന കാര്യം നിൽക്കാതെ മമ്മി ഇരിക്കും. സുഭദ്രാമേ, വരുന്നു മോനെ. നീലിമ ഇരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ നിന്നോളാം. സുഭദ്രാമേ, സോറി, ഞാൻ മമ്മിയെ പേരാ വിളിക്കാറുള്ളത്. ഞാൻ പറയാറില്ലേ നീലിമയെ കുറിച്ച്? നീലിമയുടെ പേരൻസ് ആയിരുന്നു. നമസ്കാരം. നീലിമയെ കുറിച്ച് പറയുമ്പോ എന്റെ മോന് 4 മുഴം നാവാ. എന്താ നീലിമയുടെ മമ്മി എന്നെ തന്നെ നോക്കുന്നേ? അല്ല, ഈ ഇട്ടിരിക്കുന്നതൊക്കെ എത്ര പവനുണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കായിരുന്നു. ഓ, അധികമൊന്നും ഞാൻ ഇടാറില്ല. സുഭദ്രാമേ, ഇവർക്ക് കുടിക്കാനൊന്നും എടുക്കുന്നില്ലേ? മോണോലിസ, യെസ് കമിങ്. അനിയത്തിയായിരിക്കും അല്ലേ? നോ നോ, ഇറ്റ്സ് എ സർപ്രൈസ്. അയ്യോ, എന്റെ കൊച്ചേ, എന്തായാലും മതി. കൊച്ചിന്റെ വേഷം കണ്ടപ്പോ തന്നെ സന്തോഷമായി. So you want anything? ഒന്നും വേണ്ടേ? ശിവൻ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇവർ കാപ്പിടിച്ചിരിക്കട്ടെ. സോറി, ഞാൻ കൽപ്പം സംസാരിക്കാനുണ്ട്. മമ്മി. അയ്യോ, ഇത് നിന്റെ വീടല്ലയോ? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞങ്ങളോട് ചോദിക്കുന്നേ? അല്ലേ നായരെ? അതെ അതെ, പത്മാവതി പറഞ്ഞതാ അതിന്റെ ഒരു ശരി. വന്നു കയറി അധിക ദിവസം ആയില്ലല്ലോ. അതിനു മുമ്പ് തുടങ്ങിയോ വിവാഹത്തെ കുറിച്ചുള്ള സ്ട്രഗ്ലിംഗ്? യെസ് ശിവൻ, വന്ന ദിവസം മുതൽ പ്രപ്പോസൽ, മാരേജ്, എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കേട്ട് മടുത്തു ഞാൻ. ആരോടും പറയാതെ തിരിച്ചു പോയാലെന്ന് വരെ വിചാരിച്ചതാ. ഏയ്, എന്നോട് പോലും പറയാതെ എടുത്തിയാടി പൊക്കളയരുത്. ബൈ ദ ബൈ, നീലിമയുടെ കുട്ടിക്കുരങ്ങൻ എന്ത് പറയുന്നു? ഹീസ് എ നൈസ് മാൻ. സത്യം പറഞ്ഞ ടൈം പാസിന് കിട്ടിയ ഒരു മങ്കി. ഞാൻ ചെല്ലോന്നറിഞ്ഞ് എനിക്ക് വേണ്ടി ഊഞ്ഞാലും കെട്ടി കാത്തിരിക്കായിരുന്നു മണ്ടൻ. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കാൻ വേണ്ടി രണ്ടുപേരോട് ഊഞ്ഞാലാടി തകർത്തിട്ടുണ്ടാവും. ആടി തകർത്തില്ല, ഞാൻ ആ ഊഞ്ഞാൽ അവന്റെ മുന്നിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം, ഷോക്കായിട്ടുണ്ടാവും. നോ, ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നെ കെട്ടാമെന്നും പറഞ്ഞ്. എവിടെ നമ്മുടെ ആൽബം? അതൊന്ന് കാട്ടിട്ട് വേണം ഡാഡിയുടെ മമ്മിയുടെ മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ. ആൽബം ഇവിടെ തന്നെ ഉണ്ട്. അത് കണ്ട് നീലിമയുടെ ഡാഡിക്ക് ഷോക്കാവൂന്ന് എന്റെ പേടി. മമ്മി വീട് കണ്ടേ ബോധം കെട്ടിരിക്കുക. ശിവനായിട്ടുണ്ടാക്കിയതാ ഈ കാണുന്നതൊക്കെ. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തിനാ നീ ഇങ്ങനെ സമ്പാദിക്കുന്നതെന്ന്. പിള്ളേരോട് അങ്ങനെ തടസ്സം പറയരുത് സുഭദ്രാമേ. പണം ഉണ്ടാക്കാനല്ലേ അവൻ ഓടുന്നത്. എത്ര ഉണ്ടാക്കിയാലും പണം അല്ലാതാകുമോ? ഓടട്ടെ, ഇനി ഒരുപാട് ഉണ്ടാക്കട്ടെ. അല്ലേ നായരെ? അതെ അതെ, ഈ പണമാണല്ലോ ജീവിതം. പണം ഉണ്ടാക്കുന്ന അവന് വേണ്ടി മാത്രല്ലല്ലോ, അവനും ഭാര്യയും കുട്ടികളും ഒക്കെ അന്തസ്സായി ജീവിക്കാലോ. പത്മാവതി പറയുന്നത് ശരിയാ. ശിവന് വിവാഹപ്രായമൊക്കെ ആയി കാണും അല്ലെ സുഭദ്രാമേ?
വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടക്കായിരുന്നു. ഇപ്പോഴും എനിക്ക് പിടി തന്നത്. അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആരായാലും എനിക്ക് സമ്മതമാണ്. പിന്നെ പിന്നെ അതല്ലേ അതിന് ശരി. അല്ലാതെ വാക്കും ചാക്കും എന്നൊക്കെ പറഞ്ഞ് മക്കളെ കുഴിയിലാക്കിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ മമ്മിയുടെ നാക്ക് ഒരു നേരവും വെറുതെ കിടക്കില്ല. സംസാരിച്ചമ്മയുടെ കഴുത്തറുത്ത് കാണും. സുഭദ്രാമയും സംസാരിക്കാൻ ഒട്ടും മോശമല്ല. സമയം ഒരുപാടായി, പോണ്ടേ? പോകാൻ ഡാഡി. അതിനു മുമ്പ് ഡാഡിയും മമ്മി ഈ ആൽബം ഒന്ന് കാണാൻ. ഞാനും ശിവനും കൂടി സ്റ്റേജിൽ വെച്ചെടുത്ത കുറെ സ്നാപ്സാ. യെസ് ഡാഡി, ഐ എം ഓൾറെഡി എൻഗേജ്ഡ്. ഞാൻ പറഞ്ഞില്ലേ വിവാഹം കഴിക്കാൻ എനിക്ക് ഒരാളുടെ സമ്മതം വേണമെന്ന്. അത് ഈ ശിവപാല. നീ എന്റെ മോളാ. എനിക്കറിയാം നീ ബുദ്ധിഭാഷ കാണിക്കില്ലെന്ന്. നീലിമ, you make me a fool. It's very cruel. Sorry, പോകാൻ അല്പം ധൃതിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. Come on. Just wait, Daddy. Daddy. Come. ധൃതി ഉണ്ടെങ്കിൽ ഡാഡി പോട്ടെ മോളെ. ശിവൻ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി തരും. നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാം. നോ മമ്മി, അതൊക്കെ പിന്നീടാവാം. വാ ശിവൻ, ഐ വിൽ കോൾ യു. സുഭദ്രാമ വിഷമിക്കണ്ട, എനിക്കിഷ്ടമായി. ഇതൊക്കെ അങ്ങ് നടക്കും. എത്രയും വേഗത്തിൽ ഇവരുടെ വിവാഹം നടത്തണം. അതിനു മുമ്പ് ഭാസ്കരൻ ജോത്സ്യനെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം. അതെ, അതാ അതിന്റെ ശരി. മോളെ, നീ ജനിച്ചു വീണ അന്നു മുതൽ ഈ കൈത്തണ്ടയിലും ഈ നെഞ്ചിലെ ചൂടേറ്റുവാ നീ വളർന്നത്. ഒരിക്കൽ പോലും ഞാൻ നിന്നെ താഴെ വെച്ചതായി ഞാൻ ഓർക്കുന്നില്ല. നീ വളർന്ന് വലുതാകും തോറും ഈ ഡാഡി നിനക്കുന്ന സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. നിനക്കറിയോ, അമേരിക്കയിലെ വാണിജ്യ മേഖലയിൽ MR നായർ എന്ന ഈ ഞാൻ വ്യവസായ ശൃംഖലകൾ ഓരോന്ന് നേടിപ്പിടിച്ചപ്പോഴും മനസ്സിൽ കണ്ടത് നിന്റെ ഭാവിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒന്നുപോലും എന്റെ പേരിൽ വാങ്ങാതെ എല്ലാം നിന്റെ പേരിൽ മാത്രം ഞാൻ വാങ്ങിയത്. അപ്പോഴൊക്കെ നിന്റെ കൂടെ ഒരാളെ കൂടി ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. പാവം എന്റെ വിന്ധ്യനെ. ഇതെല്ലാം സ്വപ്നം കണ്ടിരുന്ന എന്റെ മനസ്സ് കാണാൻ നിനക്ക് കഴിയാതെ പോയല്ലോ മോളെ. എന്തിനാ എല്ലാവരും മുന്നിൽ വെച്ച് നീ എന്നെ ഒരു കോമാളിയാക്കിയത്? അതിന് മാത്രം എന്ത് തെറ്റാ മോളെ നിന്നോട് ഞാൻ ചെയ്തത്? പറ മോളെ, പറ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ ഡാഡി പറയുന്നത്? വിദേശത്ത് വളർന്ന ആണായാലും പെണ്ണായാലും അവിടുത്തെ നല്ല സംസ്കാരം മാത്രമേ പഠിക്കാവൂ. അതാണ് എന്റെ പ്രമാണം. പക്ഷേ കഴിഞ്ഞ 16 വർഷം അവിടെ വളർന്ന നീ ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ലാതെയാണ് ഇന്ന് ഈ നാടകം അരങ്ങേറിയത്. വന്ന് കയറിയപ്പോ മുതൽ കളി ഊഞ്ഞാലെന്നും കളി കൂട്ടുകാരനെന്നും ഒക്കെ വിന്ദനെ കുറിച്ച് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡാഡിയോട് ഞാൻ എങ്ങനെയാ പെട്ടെന്ന് ശിവനെ കുറിച്ച് പറയുന്നത്? അതുകൊണ്ടാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത്. ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ്. പ്രായം കൊണ്ട് എന്നോളം വളർന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് നീ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്ത് വേണമെങ്കിലും ആയിക്കോളൂ മോളെ. ഡാഡിക്ക് നോക്കി നിൽക്കാനേ കഴിയൂ. പാവ കൊച്ചന്റെ മനസ്സിതറിയുമ്പോ തളർന്നു പോകും. അതിലുപരി എന്റെ പെങ്ങൾക്ക് കൊടുത്ത വാക്കും. തളർന്നു പോകാൻ ഞാൻ ആരെയും മോഹിപ്പിച്ചിട്ടില്ല. വാക്കിന്റെ കാര്യത്തിലാണെങ്കിൽ മരിച്ചുപോയവർക്ക് കൊടുത്ത വാക്കിനേക്കാൾ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുത്ത വാക്കാ പാലിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അങ്ങനെയെങ്കിലും ഈ മനുഷ്യ തലയിൽ ഇത്തിരി വെട്ടം വീഴട്ടെ. പത്മാവതി, എന്റെ തലയിൽ വെട്ടം കുറഞ്ഞതിന്റെ കുഴപ്പമാ നീ എന്റെ തലയിൽ വന്ന് കയറിയത്. അതിന്റെ ശാപമാ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. കയറിയില്ലല്ലേ ഞാൻ കയറി വന്നത്. എന്റെ ആംഗളന്മാർ സ്വത്തും പണവും സീതനമായി തന്നിട്ടാ. എന്തിന്? അന്യ നാട്ടിൽ പോയി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതും എന്റെ കൂടെ പുറപ്പുറയുടെ കാരണം കൊണ്ടാ. അല്ലെങ്കിൽ ലോണം കയറാൻ പോലെ താമസിക്കുന്ന രാജപ്പനാർ എങ്ങനെയാ അമേരിക്ക പോകുന്നത്? പത്മാവതി, എന്താ? വേണ്ട, എന്റെ വിവാഹത്തെ ചൊല്ലി ഇവിടെ ആരും ബഹളം വെക്കാൻ പൊട്ടിത്തെറിക്കും ഒന്നും വേണ്ട. എത്രയും വേഗം ഞാൻ സ്റ്റേജിലേക്ക് മടങ്ങി പോവുകയാണ്. ആരുടെയും സഹായമില്ലാതെ അവിടെ വെച്ചാണെങ്കിലും ശിവനോട് എത്ര ജീവിതം ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. എങ്ങും പോകണ്ട. നീ ആഗ്രഹിച്ച പോലെ ശിവനുമായി നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും. മോള് പോയിക്കോ. അയ്യ, പത്മം. പത്മം. ഗുരുവായൂരും ചോറ്റാനക്കരയൊക്കെ മുടങ്ങാതെ പോകാറുണ്ടെങ്കിലും എനിക്ക് ഭാസ്കരൻ ജോത്സ്യം പറയുന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ഇവിടുത്തെ കാര്യം അങ്ങനെ തന്നെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ജോത്സ്യം വെപ്പിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കണിക മുന്നോട്ട് നീങ്ങില്ല. വിവരമുള്ളവർ ഇങ്ങനെയാ അല്ലേ സുഭദ്രാമേ? ഈ കബഡി കാണുമ്പോ ചൂത് കളിക്കാനുള്ളതാന്ന് തോന്നും. പക്ഷെ അറിയാവുന്ന വരിവരെ ഒന്നെടുത്ത് വീശിയാലേ ഫലം അറിയും. ഭാസ്കരൻ നായരുടെ ഏത് പ്രവചനമാ തെറ്റിട്ടുള്ളത്?
ജോലിച്ചേരി സംസാരിച്ച് സമയം കളയാതെ ഇത് കഴിഞ്ഞ് എനിക്ക് ഒരിടത്ത് പോകേണ്ടതാ. മൂർത്തിത്വേ സശക്തോ. എന്താ ജോത്സ്യരെ പ്രശ്നം നിർത്തിക്കളഞ്ഞത്? ജോത്സ്യരെ, ഞങ്ങളെ ആദ്യം പിടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ച് പറ. ഈ വിവാഹം നടക്കില്ല, നടക്കരുത്. എന്താ ജോത്സ്യരെ കാര്യം? സത്യം മറച്ചു വെച്ചുകൊണ്ട് കാര്യം പറയാതിരിക്കുന്നത് നല്ലൊരു ജോലിസിന് ചേർന്നല്ല. അതുകൊണ്ട് തുറന്നു പറയാൻ പോവാ. പുരുഷജാതകം അത്യുത്തമം, മംഗല്യഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാ. പക്ഷേ സ്ത്രീജാതകം വളരെ കുഴപ്പം പിടിച്ചതാ. എന്താ ജോത്സ്യരെ എന്റെ മോടെ ജാതകത്തിന് കുഴപ്പം? കുഴപ്പമല്ല പത്മാവതി അമ്മേ, ഒരു തരത്തിലും കൂട്ടിയിണക്കാൻ പറ്റാത്തതാ അവളുടെ ജാതകം. ഈ സ്ത്രീ ജാതക പ്രകാരം ആദ്യ മംഗല്യത്തിൽ വൈധവ്യം ഉറപ്പാ. തുറന്നു പറഞ്ഞാൽ ഈ ജാതകക്കാരിയെ ആരാദ്യം വിവാഹം കഴിച്ചാലും 10 നാളിൽ കൂടുതൽ ആയുസ് ഉണ്ടാവില്ല. ജലസമാധിയോ വാഹനാപകടമോ സർപ്പദംശനമോ ആവാം മരണകാരണം. ജോത്സ്യരെ ആവശ്യമില്ലാത്ത പറയരുത്. ഞാനല്ലല്ലോ പറഞ്ഞത്, പ്രശ്നം നിൽക്കേണ്ടതല്ലേ? ഞാനും നീലിമയും തമ്മിലുള്ള മനസ്സിന്റെ പൊരുത്തമോ വലുത്. ആ പൊരുത്തം ഞങ്ങൾക്കുണ്ട്. ശിവ പറഞ്ഞ അതിന്റെ ശരി. ശരിയും തെറ്റുമൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ ഇറങ്ങുക. നമ്മുടെ പിള്ളേരെ ഇത്ര അടുത്ത സ്ഥിതിക്ക് ജോലിച്ചൊന്നും അത്ര കാര്യമാക്കണ്ടെന്നേ. കാര്യമുണ്ട്. ജോത്സ്യ പ്രകാരം വിവാഹം കഴിഞ്ഞാൽ മരിക്കുന്ന നിങ്ങളുടെ മോളല്ല, എന്റെ മകനാ. അറിഞ്ഞുകൊണ്ട് എന്റെ മോനെ കൊലക്കി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്താ സുന്ദരമായി പറയുന്നത്? എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അതാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് എന്റെ ചിതയ്ക്ക് നീ തീ കൊളുത്തേണ്ടി വരും. എന്താ നീലമായത്? എന്ത് പ്രശ്നത്തിനാണെങ്കിലും ഒരു പോംവഴി ഉണ്ടാവില്ലേ? വഴിയുണ്ട്. അല്പം കുറുക്കു വഴിയാണെങ്കിലും അതേ നിവൃത്തിയുള്ളൂ. അയ്യോ അയ്യോ അയ്യോ, നിങ്ങളുടെ പെങ്ങള് നമ്മുടെ സുലോചന. മരിച്ചുപോയില്ലേ? അയ്യോ, സുലോചന തന്നെ. അവള് സ്വപ്നത്തിൽ വന്ന് പറയാ നമ്മുടെ നീലിമയെ വിന്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. അയ്യോ അയ്യോ, എനിക്ക് പേടിയാവുന്നു. പത്മം, സുലോചനയുടെ പ്രേതമല്ല, സാക്ഷാൽ ആനമർദ്ദാവെന്ന് പറഞ്ഞാലും നീ ഇറങ്ങില്ലെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സ് കല്ലാണല്ലോ. അയ്യോ അല്ല, വേണ്ട. സുലോചനയ്ക്ക് കൊടുത്ത് വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലം എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. നമുക്ക് എത്രയും വേഗം ബിന്ദിനെ കൊണ്ട് നമ്മുടെ മോളെ കെട്ടിക്കാം. അളിയിലെ ചെന്ന് കണ്ട് നാളെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കണം. പത്മം, കാര്യമായിട്ട് നീ പറയുന്നതാണോ അതോ സ്വപ്നം കണ്ടിട്ട് പിച്ചുമ്പയും പറയുന്നതാണോ? അയ്യോ, കള്ളം പറയാൻ എന്റെ നാവ് പൊങ്ങില്ല. അത്ര കണ്ട സുലോചന സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞത്. സ്വപ്നം കണ്ടാണെങ്കിലും പത്മാവതി, ഇപ്പോഴെങ്കിലും നിന്റെ മനസ്സ് മാറിയല്ലോ. അല്ല, ഇനി അതല്ല പ്രശ്നം. നീലിമ സമ്മതിക്കുമോന്നാ എന്റെ സംശയം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞ അവളെ സമ്മതിപ്പിച്ചോളാം. അവളെ എന്റെ മോളാ. ഞാൻ പറഞ്ഞാൽ അവളെ അനുസരിക്കാതിരിക്കില്ല. അത് ശരിയാ, നീ പറഞ്ഞാൽ അവൾ അനുസരിക്കാതിരിക്കില്ല. എന്തായാലും ജോത്സ്യനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നിശ്ചയിക്കണം. അയ്യോ, അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. ഞാൻ ഭാസ്കർ നേരെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളാം. നിങ്ങൾ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയാൽ മതി. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് കല്യാണം അങ്ങ് നടത്താം. എന്റെ ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. പൂമുഖവാതിക്കൽ സ്നേഹവും വിടർത്തുന്ന പൂന്തിങ്കളാവുന്ന മനുഷ്യ.
മണി 3 ആയല്ലോ. കൊച്ചു കള്ളി വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. ചിലപ്പോ എന്റെ സന്താന വർദ്ധന കഴിച്ച എന്തെങ്കിലും സെറ്റപ്പ് ആയി കാണും. വരട്ടെ വരട്ടെ, അതിനു മുമ്പ് ഗ്ലാമർ ഒന്ന് കൂട്ടിക്കളയാം. കണ്ടി നീ എന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുക. ഇന്ന് നിനക്കൊരു സമ്മാനമുണ്ട്. എനിക്കിനി ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവുക. ഐ ലവ് യു കരളേ പൊന്നെ, ഐ ലവ് യു. ഞാൻ ആരാണെന്ന് വിചാരിച്ചാ? കുറച്ച് നേരമായി തന്റെ വേഷങ്ങളിൽ ഞാൻ കാണുന്നു. അവന്റെ ഒരു ഉമ്മ പോലും സന്താനവർദ്ധിനി കയ്യെട്ടി ഇറങ്ങിക്കോളും. പാന്റ് അഴിച്ചതാ പ്രശ്നം. സമയം കൊള്ളാൻ രക്ഷപ്പെട്ടു. സുമുഖി ഇന്നെങ്കിലും എടുക്കണം. അല്പം കൂടെ വൈകിയിരുന്നെങ്കിൽ സുമുഖി എന്നെ വാരി എടുത്തേനെ. ഞാൻ എടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, പ്രേമേട്ട് എടുക്കുന്ന കാര്യ പറഞ്ഞേ. എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സുമുഖി, പക്ഷെ എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല. ചേട്ടന്റെ ആരോഗ്യത്തിന് ഒന്ന് എടുത്തിരിക്കുന്നത് നല്ലതാ. ഈ വഴി വെച്ച് എടുക്കണമെന്നൊക്കെ പറഞ്ഞാ അല്ലാതെ നിവർത്തിയില്ല ഏട്ടാ. എപ്പോഴാ എവിടെ വെച്ച് ആർക്കാ ചേരാൻ കഴിയുന്നെന്ന് പറയാൻ പറ്റുമോ? എടുക്കട്ടെ. സുമുഖിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു പുരുഷനായി ഞാൻ എന്തിനു നാണിക്കണം? എടുത്തോളൂ. അതെ, ഇൻഷുറൻസിന്റെ ഫോമാ. ചേട്ടൻ ഇതിലൊന്ന് ഒപ്പിട്ടാ മാത്രം മതി. ചേട്ടൻ അടയ്ക്കുന്ന പണത്തിന് ഡബിൾ ആയി കിട്ടും. അപ്പൊ എടുക്കോന്ന് ചോദിച്ച് എന്റെ പിറകെ നടന്നത് ഈ പോലീസ് എടുക്കാനായിരുന്നു. ചേട്ടൻ എന്ത് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നോബഡി നത്തിങ് ബഡി എവരിബഡി ആണെന്ന്. ഞാനും വരുന്നു. വിശേഷങ്ങൾ? ഞാൻ ഈ ചേട്ടനെ കൊണ്ടൊന്ന് എടുപ്പിക്കാൻ നിൽക്കായിരുന്നു, പക്ഷെ എടുക്കുന്ന മട്ടില്ല. യവനെ കൊണ്ടുവരണ എടുപ്പിക്കുന്നത് നല്ലതാ. താമസിയാതെ കാറ്റു പോകുന്ന പാർട്ടിയാ. യവന്റെ ബന്ധുക്കൾക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ. വിന്ധ്യ, നീ ആ അമേരിക്കക്കാരെ കെട്ടാൻ പോകുന്നു കേട്ടു. അവളെ കൊണ്ടൊരു പോളിസി എടുപ്പിക്കണം. എന്റെ മദാമ്മയെ കൊണ്ട് ഞാൻ ഒരു 5 ലക്ഷത്തിന്റെ പോളിസി എടുപ്പിക്കും. എന്താ പോലെ? അത് മതി. വിന്ധ്യ, കൂടുതൽ സമയം ഇവിടെ നിന്നാൽ ഇവൾ ഇപ്പൊ തന്നെ നമ്മളെ ചേർപ്പിച്ചു. സായിപ്പിന്റെ നാട്ടിൽ വളർന്ന പഴയ മാമ്പഴ കൊതിച്ച് എന്റെ സ്വന്തമായി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ എല്ലാം ഒരു സ്വപ്നം പോലെ. അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫിൽ എനിക്ക് ആകെയുള്ള ആശ്വാസം ഈ കുട്ടിക്കുരങ്ങിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഈ ഒരു മുഹൂർത്തത്തിനായി എത്ര നാളായി ഞാൻ കൊതിക്കുന്നെന്ന് വിന്ധ്യേട്ടനറിയില്ല. എല്ലാം ഈശ്വരാനുഗ്രഹമാണ്. നീലിമ, ഞാൻ ഗുരുവായൂരപ്പന് ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. എന്താ വിന്ധ്യനെ കാണിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അത് കള്ളം. എന്ത് സ്വപ്ന കണ്ടത്? അത് പിന്നെ ഞാനും. എന്തായി കാണിക്കുന്നത്? കട്ടില് മാറ്റിടുക. കട്ടില് മാറ്റിയിടുക? എന്തിന്? ടുഡേ ഈസ് 23rd. അതുകൊണ്ട് ഇന്നു മുതൽ 10 ദിവസം ഒരകൽച്ച എനിക്ക് ആവശ്യമാണ്. അകൽച്ച? യെസ്, സെപ്പറേഷൻ. മറ്റൊന്നുമല്ല, വിന്ധ്യനെ സ്വന്തമായി കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ വെച്ച് ഞാനെടുത്ത നേർച്ചയാ. വിന്ധ്യൻ മറ്റാരെങ്കിലും സ്നേഹിച്ചിരിക്കുമോ എന്നായിരുന്നു എന്റെ പേടി. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ നേർന്ന വഴിപാടാ. താലി കെട്ടിയ ദിവസം മുതൽ 10 ദിവസത്തേക്കൊരു വ്രതം. നിരാശയായല്ലേ? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യോ? 10 ദിവസമല്ല 10 മാസം ഇങ്ങനെ കഴിയണമെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും. നീലിമയെ സ്വന്തമാക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഈ വഴിപാട് അല്പം കടുത്തുപോയി. ഈ പാടില്ല, വ്രതം. നീലിമ, കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറൊരുത്തനെ കൊണ്ട് കെട്ടിച്ച് മണിയറയിലേക്ക് അയക്കേണ്ട ഗതികേട് ഈ ലോകത്ത് ഒരു പുരുഷനും ഉണ്ടാവില്ല. ഇല്ല. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മറന്നു കളയരുത്. ജോത്സ്യർ പ്രവചിച്ച 10 ദിവസം, അതിനപ്പുറം ഒരു ദിവസം പോലും പോകരുത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അവനത് സംഭവിച്ചിരിക്കണം. അവന്റെ അന്ത്യം. ഓക്കെ, ഷുവർ. എപ്പോ പാർട്ടി വെച്ചാലും ഞങ്ങൾ വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്റെ കൂടെ സ്റ്റേറ്റ്സിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാ, ഓൺ മിസ്റ്റർ ശിവപാൽ. പുള്ളിക്കാരന് വിവാഹത്തിനെത്താൻ കഴിഞ്ഞില്ല. അതിന് എക്സ്ക്യൂസ് പറയാൻ വിളിച്ചതാ.
പിന്നെ ശിവപാൽ നമുക്കൊരു പാട്ട് തരുന്നുണ്ട്. പാട്ടിക്ക് നമുക്ക് അടിച്ചു പൊടിച്ച് പോണം. വിന്ദിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ? ഏയ് ഒന്നുമില്ല. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീട്ടിനകത്തേക്ക് ഇരിക്കാനാണോ പരിപാടി? ഈ സമയത്താ മണവാളനെ മണവാട്ടി കൂടെ കറങ്ങാൻ ഇറങ്ങേണ്ടത്. നീലിമേൻകുട്ടി വീട് വരെ ഒന്ന് പോണം. പറ്റിയ അത് കഴിഞ്ഞ് ഒരു സിനിമ കാണണം. അയ്യേ, നീ എന്തൊരു വർത്തമാനം വിന്ധ്യ ഈ പറയുന്നേ? വീട്ടിലൊക്കെ പോയിട്ട് എന്ത് കാണാനാ? അവിടെയൊക്കെ വെള്ളം. അല്ല, അവിടെയൊക്കെ എന്ത് കാണാനാ? മക്കളൊരു കാര്യം ചെയ്യ്, നമ്മുടെ വണ്ടി എടുത്ത് വല്ലപ്പുഴ കാണാനോ കടല് കാണാനോ ഒക്കെ ഒന്ന് പോ. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ അമ്മായി. കൊള്ളാം കൊള്ളാം. എന്തൊരു ഭർത്താവാടാ നീ. നീ കണ്ടിട്ടുണ്ടോ വെച്ച് നിന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? മമ്മി പറഞ്ഞത് ശരിയാ, ഞാനിതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് എവിടെങ്കിലും ഒക്കെ പോവാം. കുഞ്ഞു പറഞ്ഞു വളരെ കറക്റ്റാ. ഞാനിതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഫാമിലിയായിട്ട് ട്രിപ്പ് പോവാം. ഓ, അവന്റെ ഒരു ട്രിപ്പ്. കല്യാണം കഴിച്ചൊരു തനിച്ചാ പോകുന്നത്. അപ്പൊ വണ്ടിയോ? ഒന്ന് പോടാ, വണ്ടിയൊക്കെ എന്റെ മോളെ ഓടിച്ചോളൂ. ആ, മക്കള് ചെല്ലേ. മോളെ ഞാൻ ഒന്ന് പോടാ അവിടുന്ന്. മമ്മി, ഡാഡി ജോഗിങ്ങിന് പോയിരിക്കുക. അതൊന്നും നിങ്ങൾ കാത്തു നിൽക്കണ്ട, മമ്മി പറഞ്ഞോളാം. നിങ്ങൾ പോയിട്ട് വാ. മോളെ, ജോത്സ്യം പറഞ്ഞ എന്താണെന്ന് അറിയാലോ? ജലസമാധി. നിർത്തോ. ആശേ പിന്നെ വന്ന് വാങ്ങിച്ചോ. മക്കളെ, മോളെ നീലിമേ, മോനെ വിന്ധ്യ, ഇതൊക്കെ എവിടെ പോയി കിടക്കുക? മോളെ, എന്താ ആരെയാ വിളിച്ചു പോകുന്നേ? എന്റെ മക്കളെവിടെ? നീലിമേ വിന്ധ്യ എവിടെയാ ചോദിച്ചേ? ഓ, അവരെ ഞാൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വിട്ടിരിക്കുക. എന്റെ ദൈവമേ, ജലസമാധി. എടിയടിയ മൂദേവി. അയ്യോ, നീ നിന്റെ നാത്തൂനെ സ്വപ്നം കണ്ടല്ലേ? അതുകൊണ്ടാണല്ലേ നീ നിന്റെ മോളെ എന്റെ ഭാവാനന്ദവന് കെട്ടിച്ചു കൊടുത്തത്? ഓ എന്റെ ഭഗവാനെ, അന്ന് രാത്രി നീ ഞെട്ടി എണീറ്റ് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ മനസ്സ് നന്നായെന്ന്. എടി, ഇപ്പൊ ജോത്സ്യം പറഞ്ഞപ്പോഴാ എന്റെ അനന്തരവനെ കൊലയ്ക്ക് കൊടുക്കാൻ നീ മനഃപൂർവ്വം കെടിവെപ്പിച്ചതാണെന്ന് മനസ്സിലായടി. എല്ലാം മനസ്സിലായടി. എടി ദുഷ്ടേ, നീ ചാകാൻ കിടക്കുമ്പോ നിനക്ക് വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ലടി, പരമദ്രോഹി. ആ ഭാസ്കരൻ നായർ എന്നോട് വഴി വെച്ച് അനന്തരവനെ കൊലയ്ക്ക് കൊടുക്കാൻ താനും കൂട്ടുനിന്നോടോ എന്ന് ചോദിച്ചപ്പോ എന്റെ തൊലി ഉരിഞ്ഞുപോയി. എല്ലാവരുടെ മുന്നിലും ഞാനാ കുറ്റക്കാരനാകാൻ പോകുന്നത്. ഓ എന്റെ ഭഗവാനെ, അളിയനങ്ങാനും അറിഞ്ഞ ഇവിടെയുള്ള സകല ഇനത്തിന് തലയെടുക്കും. എന്തായാലും ഞാൻ തുറന്നു പറയാൻ പോവാ, നീ അവരെ ചതിച്ചതെന്ന്. എന്തിനാ അതിനോട് മാത്രമാക്കുന്നേ? ഒരു മൈക്ക് വെച്ച് നാട്ടുകാരെ മൊത്തം ഒന്ന് അറിയിക്ക്. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ സമാധാനം പറഞ്ഞോളാം. ആളുടെ കഴുത്തി മാലയിട്ടാലും 10 ദിവസം കൊണ്ട് വിധവയാകേണ്ടി വന്ന ഒരു മകളുടെ ഭാവിയാണോ വലുത്, അതോ മരുമോന്റെ ജീവനാണോ വലുത്? അതെ, അതെനിക്കറിയാം. നിങ്ങൾക്ക് വല്ലതും നിങ്ങളുടെ മരുമോനാണെന്ന്. സ്വന്തം മകൾ ജീവിച്ചാൽ എന്താ, വിധവയാലെന്താ? 10 ദിവസം മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ചാലും വീണ്ടും വിവാഹം കഴിക്കാൻ സമ്മതിച്ച ആ ശിവപാലുള്ള സ്നേഹം പോലും നിങ്ങൾക്ക് സ്വന്തമോട് ഇല്ലല്ലോ മനുഷ്യ. നിങ്ങളുടെ അച്ഛനാണോ? അച്ഛനെന്നും പറഞ്ഞ് നടക്കുന്നു. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുതേ. ഹായ്, ബ്യൂട്ടിഫുൾ. എന്താ ഇവിടെ നിർത്തിയത്? നോക്ക്, ആമ്പൽക്കുളം. അതെ, ആമ്പലുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിന്റെ പേര് ആളക്കൊല്ലിക്കുളം എന്നാ. അതെന്താ? പേര് കേട്ടാ തന്നെ അറിയില്ലേ? ഒരുപാട് പേര് ഇതിനകത്ത് വീണ് ചത്തിട്ടുണ്ട്. കഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ച കാര്യം നടക്കില്ല. എന്താ വിചാരിച്ചത്? അല്ല, ആമ്പൽപ്പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ. അത്രേ ഉള്ളോ? അയ്യോ വേണ്ട, വിന്ധ്യൻ റിസ്ക് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊന്നും സാരമില്ല. നീലിമയുടെ ഒരു ആഗ്രഹം സാധിച്ചെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? വരൂ. കുളം നിറച്ചുണ്ട്. എത്ര എണ്ണം വേണമെന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇത് മതി. അതല്ല, ആ നടുക്ക് നിൽക്കുന്നില്ലേ, വിടരാറായത്. ആ നടുക്കിരിക്കുന്നോ? അതിനെന്താ ഒരു പ്രത്യേകത? അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഉണ്ടോ? എന്നാ ശരി. അതല്ലേ? അതെ. ഇതാണോ? അതല്ല,
അപ്പുറത്ത് ചിന്നത് അത് തന്നെ അതോ കുറച്ചുകൂടെ പോട്ടെ. ഇതോ അതല്ല അപ്പുറത്തത്. ബുദ്ധിമുട്ടാവോ? ഏയ് അപ്പുറത്തേക്കുന്നില്ലേ? ഇതാണോ? കുറച്ചുകൂടെ മുന്നോട്ട് പോ. അത് പറഞ്ഞാ പോലെ ഇനിയും പോണോ? ഇതാ എന്താ മോളെ? വിന്ധ്യൻ 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 നമ്മളെ വിട്ട് പോയി ഡാഡി. എന്ത് പറ്റി മോളെ? തെളിച്ചു പറ. അയ്യോ, എനിക്ക് വേണ്ടി പൂ പറിക്കാൻ ആമ്പലക്കുളത്തിൽ ഇറങ്ങിയതാ. അയ്യോ ഈശ്വര, അങ്ങനെ ആ ശല്യം മാറി കിട്ടി മോളെ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മോളെ സമാധാനിക്കും. എന്നാലും നീ എന്റെ വിന്ധ്യനെ കൊലക്കി കൊടുത്തല്ലോ കുഞ്ഞെ. അയ്യോടാ, അവൾ എന്ത് പഠിച്ചോ നിങ്ങൾ ഈ പറയുന്നേ? എന്തായാലും മോളിലേക്ക് ദൈവം വിളിച്ച ആരായാലും പോയല്ലേ പറ്റൂ. ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ ബോഡി കിട്ടൂ. അതെ പത്മാവതി, ഞാൻ പോയി പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേ. ബാക്കി ഇതാ മോളെ. തന്നെ ഉണ്ട് ഡാഡി. ഓ എന്റെ ഭഗവാനെ, പൊട്ടിക്കണ പടക്കം. പൊട്ടി കൊച്ചാണ്. പണ്ട് തൊട്ടേ വെള്ളത്തിലിറങ്ങിയ ഞാനൊന്നും മുങ്ങും. പിന്നെ 100 വരെ എണ്ണീട്ടേ പൊങ്ങാറുള്ളൂ. മുകളിലെത്തി നോക്കിയപ്പോ നീലിമയെ കാണാനില്ല. ഇതാ പൂക്കൾ. അമ്മായി, ദീപാവലി 6 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇപ്പോഴേ പടക്കം പൊട്ടിച്ചേ? മോനെ, നിന്നെ കാണാതെ പിന്നെ ചങ്ക് പൊട്ടിപ്പോയി. അതുകൊണ്ട് വെടി വഴിപാട് നേർന്നതാ. ഓ, വെടി വഴിപാടോ? അമ്മായി പാവം. മതിയല്ലോ. अस्सलाम वालेकुम भाई, अस्सलाम वालेकुम। अस्सलाम वालेकुम ഞാൻ പറയുമ്പോഴെല്ലാം വാലേക്കും അസ്സലാം തിരിച്ചു പറയാറുണ്ട്. ഇന്ന് എന്ത് പറ്റി നിനക്ക്? അപ്പൊ എന്റെ നെഞ്ചിൽ ശൈത്താനുണ്ട്. വേണ്ട വേണ്ട, കള്ളം കണ്ടാൽ പിടിക്കാനുള്ള കഴിവ് പടച്ചോൻ തന്നിട്ടുണ്ട്. അക്ബർ ഷാ, ഞാനൊരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. പറഞ്ഞ പോലെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക. എത്രയും വേഗം എല്ലാം ശരിയാകും. നമ്മളെ ചതിച്ച കാഞ്ഞങ്ങാട് മുസ്തഫയുടെ കാര്യം അനക്കറിയാലോ കൊച്ചനെ? എല്ലാം എനിക്കറിയാം. അവരെ പോലെ ഞാൻ ഒരിക്കലും ഷായി ചതിക്കില്ല. ചതിക്കണം, ചതി ഞമ്മക്ക് ഹാല. ഇല്ല ഷാ, എന്നെ വിശ്വസിക്കേ. ഞാൻ ഷായുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്യും. പണം അള്ളാ തന്ന പണം. ഉമ്മയും ബാപ്പയും ആരെന്നറിയാതെ ബോംബെയിലെത്തിയ, ജാതിയും മതവും ഇല്ലാതിരുന്ന ഞമ്മളൊരു ദിവസം ബോംബെ നഗരത്തിന്റെ സുൽത്താനായി. ഞമ്മക്ക് പണം പുല്ലടാ പുല്ലേ, പക്ഷെ വാക്ക് അത് ഞമ്മക്ക് വലുതാ.
അക്ബർ ഷാ വാക്ക് കൊടുത്താൽ ചങ്ക് കൊടുത്തതിന് തുല്യ. വാക്ക് തെറ്റിച്ച ചങ്ക് നമ്മൾ പറിച്ചെടുക്കും. ഈ അക്ബർ ഷാ എനിക്ക് ശരിക്കും അറിയാലോ. ഷാ ഇത്രയൊന്നും പറയാൻ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്ലാനിങ്ങിൽ ഒരു അല്പം മാറ്റം വന്നുപോയി. അല്ലെങ്കിൽ എത്രയോ നേരത്തെ ഡോക്യുമെന്റ്സ് ഞാൻ ഷായെ ഏൽപ്പിക്കുമായിരുന്നു. പറഞ്ഞ പ്രകാരം മറ്റല്ല. നീ പറഞ്ഞതൊക്കെ സ്വന്തമാക്കാൻ ഞമ്മക്കാരുടെയും സഹായമൊന്നും ആവശ്യമില്ല. പക്ഷെ മറ്റൊരാൾ ഇടപെട്ട കേസിൽ നമ്മൾ ഇടപെടാറില്ല. നീ ഇതിൽ ഇടപെട്ടതുകൊണ്ടാ നമ്മൾ മാറി നിൽക്കുന്നത്. 10 ദിവസം, വെറും 10 ദിവസം തന്നാ മതി. ഷായോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. പാലിച്ച എന്റെ തലയ്ക്ക് കൊള്ളാം. ശരി, 10എങ്കിൽ 10. 11ആകാൻ ഷാ ഒരിക്കലും സമ്മതിക്കില്ല. ഇല്ല ഷാ, ഒരു ദിവസം കൂടി കൂടില്ല. 24, 25. നിന്തിനിവിടെ എന്തെടുക്കാ? ഏയ് ഒന്നുമില്ല. ആമ്പൽ പൊയ്കയും താമര പൂക്കളും എന്നൊക്കെ പറഞ്ഞൊരു 3 ദിവസം അങ്ങനെ പോയി കിട്ടി. എന്റെ മാമംഗല കാവിലെ ഭഗവതി, ഇനി ഒരു 7 ദിവസം കൂടി പിടിച്ചു നിൽക്കാനുള്ള ശക്തി നീ എനിക്ക് തരണേ. ക്ഷമ വേണം വിന്ധ്യൻ. പേഷ്യൻസ്. ഓ ക്ഷമ. ആറ്റുനോറ്റ് ആഗ്രഹിച്ച് നടന്ന ആദ്യത്തെ കല്യാണമാ. അത് കഴിഞ്ഞ് വ്രതമൊന്നും നോയമ്പോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പച്ചയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ആ വെള്ളത്തിൽ വീണങ്ങ് ചാവുന്നായിരുന്നു. സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കാൻ വേണ്ടി എന്തെന്ന് പരീക്ഷണങ്ങളാ ഓരോരുത്തർ അനുഭവിച്ചിട്ടുള്ളതെന്ന് വിന്ധ്യ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടേ. ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എനിക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ആർക്കറിയാം. ഒരുപാട് പരീക്ഷണങ്ങളൊന്നും വിന്ധ്യനെ നേരിടേണ്ടി വരില്ല. ഇനി ഒരു 7 ദിവസം കൂടി കലണ്ടറിൽ അടയാളപ്പെടുത്തുന്നതിനിടയിൽ എല്ലാം തീർന്നു കിട്ടും. ആ ഒരു വിശ്വാസത്തിൽ പിടിച്ചാ ഞാനും മുന്നോട്ട് നീങ്ങുന്നത്. 7 ദിവസം. അതെ, പിന്നെ നോക്കൂ നീലിമ, ഒന്ന് തൊടുന്നത് കൊണ്ട് വ്രതത്തിന് കുഴപ്പമൊന്നും വരില്ലല്ലോ. പ്ലീസ്. നോ, നോ ടച്ച്, നോ ലുക്ക്. ഒരു നോട്ടം പോലും ചിലപ്പോ അപകടത്തിൽ കൊണ്ട് എത്തിച്ചേക്കും. അതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ. ഓക്കെ? ഗുഡ് നൈറ്റ്. ബാഡ് നൈറ്റ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ അമ്മേ ഭഗവതി ഗുരുവായൂരപ്പ. കണ്ടോ മോളെ, അവൻ ഈശ്വരനോട് കുശലം പറയുന്നേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്റെ പരദൈവങ്ങളെ, അവന്റെ പ്രാർത്ഥന കേട്ട ജാതകാനം മാറ്റിയ എന്റെ മോള് കഷ്ടത്തിലാകും. എന്താ അമ്മായി? അല്ല, മോന്റെ കാര്യത്തിൽ ഒരു കണ്ണു വേണമെന്ന് അമ്മായി ഈശ്വരന്മാരിൽ പ്രാർത്ഥിക്കായിരുന്നേ. അയ്യോ, ഇത്രയും നല്ല മനസ്സുള്ള ഒരു അമ്മായിയെ കിട്ടിയത് എന്റെ ഭാഗ്യ. വിന്ധ്യ, എന്റെ വിന്ധ്യ, നിന്നെ ഞാൻ ഇതെവിടെയൊക്കെ അന്വേഷിച്ചു. വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം, അല്ലാതെ നിന്നെ പോലെ മുങ്ങി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ഞാൻ എന്തിനാ മുങ്ങി നടക്കുന്നത്? നീ മറന്നു കളഞ്ഞു. എന്നാലും മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് ഈ സുമുഖിക്ക് മറക്കാൻ കഴിയോ? എന്റെ നീലിമ കുഞ്ഞെ കുറച്ച് നാളായി ഇവനോടൊന്ന് ചേരാൻ പറഞ്ഞിട്ട്. പറയുമ്പോഴൊക്കെ അമേരിക്കയിൽ നിന്ന് പെണ്ണ് വന്നിട്ട് ചേരാന്ന് പറഞ്ഞ് രക്ഷപ്പെടും. ഇന്ന് ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇൻഷുറൻസ് ചേർത്തിട്ട് തന്നെ കാര്യം. ഇവിടെ ആരെ ഇൻഷുർ ഒന്നും ചെയ്യണ്ട. എന്റെ കൊച്ചെ, അങ്ങനെ പറയരുത്, മഹാഭാവാ. അല്ലേ വിന്ധ്യ? എന്റെ അമ്മായി ഒരു ഇൻഷുറൻസ് ഏജന്റ് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞ മഹാലക്ഷ്മി കയറുന്ന പോലെയല്ലേ? രോഗമായി വരാം, അപകടമായി വരാം. ഒരു ഉദാഹരണം പറയട്ടെ. അമ്മായി എന്റെ അടുത്തുനിന്ന് പോളിസി എടുത്തെന്ന് വെച്ചോ. വെച്ചിട്ട് നോമിനിയായി, അതായത് അവകാശിയായി രാജപ്പനങ്ങളുടെ പേര് വെച്ചെന്നും വെച്ചു. നിസ്സാരമായ പോളിസി അടച്ച് 2 ദിവസം കഴിഞ്ഞ് അമ്മായിയുടെ കാറ്റ് പോയ രാജപ്പനങ്ങൾ രക്ഷപ്പെട്ടു. 1-2 രൂപയല്ല, 2 ലക്ഷം രൂപ എങ്ങനെ എണ്ണി വാങ്ങാൻ പറ്റുന്നത്? ചൂലേ, എന്റെ കാറ്റ് പോകുന്നോ? ഇറങ്ങടി പുറത്ത്. അല്ലമ്മായി, ഞാനൊരു ഉദാഹരിക്കണ്ട. പോടി. ഞാൻ ചത്താൻ 2 ലക്ഷം രൂപ അങ്ങേർക്ക് കിട്ടുമെന്ന്. കൊച്ചേ, ഒന്ന് വന്നേ. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ മോളെ. കല്യാണത്തിന് മുമ്പേ ഇവന്റെ പേര് പോളിസി എടുക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാ. വേണ്ട അമ്മായി, എന്റെ പേരിൽ ഇപ്പൊ പോളിസി ഒന്നും വേണ്ട. അല്ല വിന്ധ്യ, കല്യാണം കഴിഞ്ഞ എല്ലാ ഭർത്താക്കന്മാരും ജീവൻ രക്ഷാ പോളിസി എടുക്കുന്നത് നല്ലതാ. എന്റെ മോളെ, ഇവൻ പറയുന്നൊന്നും കാര്യാക്കണ്ട. കാശ് ചെലവാകുന്ന കാര്യം ഓർത്തിട്ട് ഇവൻ പറയുന്നേ. മോള് ധൈര്യമായിട്ടെടുത്ത് ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി ഇവന്റെ പേരില്. കാശ് എത്രന്ന് വെച്ചാൽ അമ്മായി തന്നോളാം. എന്നാ ഇപ്പൊ തന്നെ എഴുതാല്ലേ? എന്തിനാ സംശയിക്കുന്നേ? മോളെ എഴുതിക്കോ. അമ്മായി നോമിനി. ഒട്ടും സംശയിക്കണ്ട. അവകാശിയുടെ സ്ഥാനത്ത് വലിയ അക്ഷരത്തിൽ അമ്മായിയുടെ പേര് എഴുതിക്കോ. അല്ലേ മോനെ വിന്ധ്യ? വിന്ധ്യ വന്നേ പിന്നെ മമ്മിക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. ശരിയാ, ഇതുപോലുള്ള അമ്മായിമ്മമാരെ കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണം. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. നിന്റെ നിലയിൽ ഒന്നുമില്ലെങ്കിലും വിവരമുണ്ട്. ഈശ്വര, മംഗളമാക്കി തരണേ. മോനെ കാക്കാലെ, കല്യാണത്തിന് നിനക്കൊരു സമ്മാനം വാങ്ങിത്തണമെന്ന് അമ്മായി ആഗ്രഹിച്ചതാ.
അതെങ്ങനെയാ എടുത്ത പിടിച്ചതല്ലേ കല്യാണം നടന്നത്? അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ ബൈക്ക് നിനക്ക് സമ്മാനായി തരുന്നതാ. മോനി ബൈക്കിന് ഓടിച്ചു നോക്കിയേ. എന്താണ് എന്റെ മരുമൻ ബൈക്ക് ഓടിക്കാൻ പോകുന്നതുകൊണ്ട് ചിരിക്കുന്നേ? ബിന്ദിന്റെ അമ്മായി കുരുടന്റെ കയ്യിൽ മാങ്ങാ പറിക്കാൻ തോട്ടി കൊടുക്കുന്നത് പോലെ ഇവന്റെ കയ്യിൽ ബൈക്ക് കൊടുക്കുന്നത്. 1-2 വട്ടം ഇവന്റെ ബൈക്ക് കൊടുത്തൊന്ന് ഉരുട്ടാൻ പെട്ട പാട് ഇവന് തന്നെ അറിയാം. അയ്യേ, ബിന്ദിന് 2 വീലർ ഓടിക്കാൻ അറിയില്ലേ? അയ്യോ, ഇവര് വെറുതെ പറയുന്നതാ. എനിക്ക് ഓടിക്കാനൊക്കെ അറിയാം, പിന്നെ പ്രാക്ടീസ് അല്പം കുറവുണ്ടെന്ന് മാത്രം. അപ്പൊ കാര്യം എളുപ്പമായി. മോനെ, പ്രാക്ടീസ് കുറവാണെങ്കിൽ നീ ഓടിക്കാനൊന്നും നിൽക്കണ്ട. ഒന്നാമത് നിന്റെ സമയം ശരിയല്ല. സമയം ശരിയല്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ? ഫസ്റ്റ് ജോലിച്ചിരോ? നല്ല കാര്യത്തിൽ ഉറക്കൂടുമ്പോ തടസ്സം പറയരുത്. മോനെ, തിരക്കുള്ള റോഡിലൂടെ ഓടിച്ച് മോന്റെ മിടുക്കൊന്ന് കാണിച്ചു കൊടുക്കും. ഓടിച്ചു പുറകിൽ ഞങ്ങൾ കൂടെ ഇരിക്കാടാ. അപ്പൊ നിനക്കൊരു ധൈര്യമാവും. പോടാ അവിടുന്ന്. അത് ശരിയാ, നിങ്ങളും കൂടി ചെല്ലേ മോനൊരു ധൈര്യമാകട്ടെ, അല്ലേ? വേണ്ട വേണ്ട, എന്റെ മോൻ തരിച്ചോടിക്കുന്ന കാണാൻ എനിക്കും എന്റെ മോക്കും ആഗ്രഹം. അല്ല മോളെ. അതെ. എന്താ ബിന്ദിന് പേടിയൊന്നുമില്ലല്ലോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നെ പോയിട്ട് വാ. അച്ഛല്ലേ ചെല്ലു മോനെ. പാരി എടുക്കാൻ ഒരു കൊട്ട കൂടെ എടുക്കുന്നത് നന്നായിരിക്കും. ഒന്നും മിണ്ടായിരിക്കടാ. തമാശ പറയുന്നതാ. എവിടെയാ സ്റ്റാർട്ടർ? മാറ്റിയേക്കാം, ഇല്ലെങ്കിലേ ഇത് റീത്തായി മാറും. പോട്ടെ പോട്ടെ. പറയാനുള്ളത് വഴി തങ്ങൂല എന്ന് പറയുന്നത് ശരിയാ. നീ വാടാ, നമുക്ക് പോവാം. ഹായ് മോളെ, നീയും കൂടെ ഒന്ന് പുറകെ പോ. ഒന്നുമില്ല, ഒരുമിച്ച് കഴിയുന്നവരല്ലേ. ചെല്ലേ പോ. അയ്യോ, എന്താ? നിന്റെ കുഞ്ഞ് വണ്ടി കൊണ്ട് പോയോ? അല്ല, ബൈക്കിന്റെ കേബിൾ. എന്തിന്റെ കേബിൾ? ബ്രേക്കിന്റെ. അമ്മായി പറഞ്ഞിട്ടാ ഞാൻ ഊരിയത്. എന്റെ ഭഗവാനെ, എന്റെ വിന്ദിനൊന്നും സംഭവിക്കല്ലേ. അല്ല, ഇത് എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ല. മനസ്സിലായി. കുറച്ചുകൂടി സ്പീഡിൽ പോ. ഡെഡ് ബോഡി കാണുന്നില്ലല്ലോ. ഞാനിവിടെ ഉണ്ട്. ഞാൻ പേടിച്ചു പോയല്ലോ. എന്തിന്? കാലൻ എന്നെ മോളിലേക്ക് വിളിക്കാനുള്ള സമയമൊന്നും ആയില്ല. ഞാൻ തന്നെ കാലിനെ കൊണ്ട് വിളിപ്പിച്ചോളാം. വല്ലതും പറഞ്ഞോ? അല്ല, എന്റെ ഭാഗ്യം കൊണ്ടാ വിന്ദിൻ രക്ഷപ്പെട്ടത്. എവിടെയാ മുറിഞ്ഞത്? നോക്കട്ടെ. മുറിവോ? ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. പിന്നെ ഈ ചോര? അങ്ങോട്ട് നോക്കിയേ, അത് കണ്ടാ? ബൈക്ക് കയ്യിൽ കിട്ടിയാ ഇതാ എന്റെ കുഴപ്പം. ഞാൻ 150 കിലോമീറ്റർ സ്പീഡിലേ വിടൂ. ഓഹോ. അതിസമർത്ഥനായ ഇബ്ലീസിനെ പ്രസവിച്ച മൊഞ്ചുള്ള ഉമ്മ. എന്ത് ചെയ്യാം, എല്ലാം പടച്ചോന്റെ വിധി. ഓന്റെ നല്ല കാലം കാണാൻ ഉമ്മാക്ക് കഴിയാതെ പോകുമല്ലോ. എന്റെ മോൻ എന്ത് പറ്റി? അവൻ എവിടെ? അതറിയാനാ ഞമ്മള് വന്നത്. ആ ഇബ്ലീസ് എവിടെ? സത്യം പറ. ഓനെ ഞമ്മക്ക് ഇപ്പൊ കാണണം. അറിയില്ല. നിങ്ങൾ ആരാ? ഞമ്മളാരാണ് നിങ്ങളറിയാൻ വഴിയില്ല. പക്ഷെങ്കിൽ ഓന്, ആ ഇബ്ലീസിന് ഞമ്മളെ നന്നായി അറിയാം. പിന്നെ നിങ്ങൾക്ക് ഞമ്മളാരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കൊച്ചു ചക്രവർത്തിയാ, അക്ബർ ഷാ. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്? ശിവപാലുമായി നിങ്ങൾക്ക് എന്താ കാര്യം? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യവുമില്ലാതെ നമ്മളിവിടെ വരില്ലെന്ന് നിങ്ങൾക്കറിയാലോ. ഞാനും ഇങ്ങളെ മോൻ ശിവപാലൻ തമ്മില് അല്ലറ ചില്ലറ ബിസിനസ് ഒക്കെ ഉണ്ട്. അതിന്റെ നേട്ടങ്ങളാ ഈ കാണുന്നതല്ല. ആദ്യം കാണിച്ച ഉഷാറ് ഓനിപ്പം കാണിക്കുന്നില്ല. ഷായ ആരാണെന്ന് ഓന് നന്നായി അറിയാം. ഈ ദുനിയാവിന്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും ഷായ അവനെ പൊക്കും. പിന്നെ ഈ മൊഞ്ചുള്ള ഉമ്മാക്ക് നമ്മളൊരു സമ്മാനം തരും. ലാരമ്മന്റെ മയ്യത്ത്. എന്റെ സുഭദ്രാമേ, അവിടെ ഇപ്പോഴും പറയുന്നത് അത് തന്നെ. നിങ്ങളുടെ മകൾ ആദ്യം ആരെ വിവാഹം കഴിക്കുന്നോ
അയാൾ 10 നാൾക്കകം മരണപ്പെട്ടിരിക്കും. എന്റെ ജോലിശരേ, ദിവസം 7 കഴിഞ്ഞു. ജലസമാധി ഉണ്ടാട്ടെ എന്ന് കരുതി എന്റെ മോളെയും കൂട്ടി ആ കാലമരണ വെള്ളച്ചാട്ടം കാണാൻ അയച്ചു. നിരയില്ലാ കുളത്തിൽ മുങ്ങി താന്നിട്ടും ദാ പയറ് പോലെ അവൻ തിരിച്ചു വന്നിരിക്കുന്നു. പയറ് പോലെയല്ല, 2 പുഷ്പം പറിച്ചുകൊണ്ട് പുഷ്പം പൊലിച്ച് വന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴാ കുരങ്ങന്റെ ഒരു തമാശ. അതും ഇതും പറഞ്ഞു നിൽക്കാതെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്ക് തിരക്കുള്ളതാ. ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇടുന്ന കാശെടുത്ത അപകടം ഉണ്ടാകട്ടെ എന്ന് കരുതി അവന് ഞാൻ ബൈക്ക് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? പണ്ട് എനിക്ക് നഷ്ടമായതല്ലാതെ ആ ചെക്കിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഉണ്ടായില്ല. ആ വകയിൽ ആമിൻതാത്ത ആടിന്റെ വില 500 രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ പോയാൽ അവൻ ചാവുന്നതിന് മുമ്പ് എന്നെ ശ്മശാനത്തിലേക്ക് എടുക്കേണ്ടി വരും ജോലിശരേ. ആരും ആരെ എങ്ങോട്ടും എടുക്കാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ മരുമകൻ ചാവേണ്ടത് നിങ്ങളുടെ ആവശ്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരി എന്റെ ആവശ്യമാണ്. അച്ഛനപ്പൂപ്പന്മാർ തൊട്ട് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന കബഡിദേവന്മാരുടെ അന്തസ് ഞാൻ മൂലം നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. അവൻ ചത്തിട്ട് വേണം ഞങ്ങൾക്കൊരു 16 അടിയന്തരം നടത്തി പായസം കുടിക്കാൻ. ഒന്നും മിണ്ടാതിരിക്കടാ. മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ 17-ാം അടിയന്തരം നടത്തി ഞാൻ പായസം കുടിക്കും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അവൻ ചത്തു കിട്ടണം. എന്റെ മോളെ ആ പണക്കാരെ ചൊവ്വാലി കല്യാണം കഴിക്കണം. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഇന്നേക്ക് 3-ാം ദിവസം അവന്റെ കാര്യം ക്ലോസ്. കബഡി തലയെ വീണ് ചത്ത എന്റെ അച്ഛനാണ് സത്യം. കബഡി വീണ് ചത്തതല്ലോ, നാട്ടുകാർ തല്ലിക്കൊന്നല്ലേ. മിണ്ടാതിരിക്കടാ ഞാഞ്ഞൂലേ. കാര്യം പറയട്ടെ. ജലസമാധിയും വാഹനാപകടവും നടക്കാത്ത സ്ഥിതിക്ക് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, സർപ്പപൂജ. സർപ്പപൂജ നടത്തിയിട്ട് പാമ്പ് വന്നില്ലെങ്കിലോ? പാമ്പ് വരും, വന്നില്ലെങ്കിൽ വരുത്തും. നാളെ വെള്ളിയാഴ്ച, ആയില്യ നക്ഷത്രം, അമാവാസി നാൾ. നാളെ തന്നെ സർപ്പപൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. അരേ ബാപ്പരെ ജീവപാൽ, കള്ളം പറയാനും ചതിവ് കാട്ടാനും നീ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഞമ്മന്റെ നെഞ്ചത്ത് നിന്ന് വേണോ എന്റെ അഭ്യാസം? അക്ബർ ഷാ, നിങ്ങൾക്ക് തന്ന കാലാവധി തീരാൻ ഇനിയും സമയമുണ്ട്. ടീക്കെ ആ സമയം കൂടി കഴിയുമ്പോ പിന്നെയും 10 ദിവസം കൂടി വേണമെന്ന് പറയോ? അക്ബർ ഷാ, നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതെന്തും അനുസരിക്കാൻ കാത്തു നിൽക്കുന്ന അനുയായികളെ മാത്രമേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അവരോടൊപ്പം എന്നെ കൂട്ടണ്ട. പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ് ശിവപാൽ എന്ന അനുഭവമുള്ളവനല്ലേ. എന്നിട്ടും എന്തിനാണ് ഈ ടെൻഷൻ? ടെൻഷൻ നൈസ് ശിവപാൽ. പിന്നെ എന്താ എനിക്കൊരു കാലതാമസം? കാര്യം നടത്താൻ ശിവപാൽ കാത്തിരിക്കാറില്ല. പക്ഷെ ഒരു ബിസിനസ്സിൽ നിന്ന് ഇരട്ടി ലാഭം, അതിനുവേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. ഇനിയിപ്പോ എന്താ എന്റെ അടുത്ത പരിപാടി? അക്ബർ ഷാ, പദ്ധതികളെല്ലാം ഞാൻ മനസ്സിലൊരുക്കി കഴിഞ്ഞു. ഇനി അത് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി. ബട്ട് പതിവിന് വിപരീതമായി ഈ ബിസിനസ്സിൽ പുതിയൊരു കണ്ടീഷൻ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത്. എന്നും തുച്ഛമായ പ്രതിഫലമാണ് എനിക്ക് ഷായുടെ ഔദാര്യം. പക്ഷേ ഇവിടെ അത് പോരാ. ലാഭം 50-50. ജീവിതമില്ലാത്ത നീ ബോംബെയിലെ റെയിൽ പാളത്തിൽ കിടന്നപ്പോ ജീവിതം ഉണ്ടാക്കി തന്ന ഞാനാ ഈ അക്ബർ ഷാ. അന്നും നിന്റെ കണ്ണുകളിൽ ഇത്തരം തിളക്കമുണ്ടായിരുന്നില്ല, വെറും ദയനീയ ഭാവം. അവിടുന്ന് നീ പിച്ച വെച്ച് വളർന്നത് ദേ ഈ കൈ പിടിച്ചായിരുന്നു. അന്ന് ഞാൻ തരുന്ന എന്തും നീ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നീ വിലപേശാൻ തുടങ്ങിയിരിക്കുന്നു. റൈറ്റ്, ലെറ്റ് us bargain. എത്രയാ നിനക്ക് വേണ്ടത്? 50-50. ആ അമേരിക്കക്കാരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ കൊച്ചാക്കി ബൈക്കുമായി പോയപ്പോഴേ അറിയാം ഇവന്റെ പൊടി പോലും കിട്ടില്ലെന്ന്. എന്തൊരു ജാടയായിരുന്നു അത്. പിന്നെ നീലിമയുടെ മുമ്പിൽ കൊച്ചാകണ്ടെന്ന് കരുതിയ മാത്രമല്ല, അമ്മായി സ്നേഹത്തോടെ നിന്റെ ഒരു അമ്മായി പണ്ടിവൻ അമ്മായി എന്ന് കേട്ട പാവയ്ക്കാ ജ്യൂസ് കുടിക്കുന്ന പോലെ ആയിരുന്നു. ഇപ്പൊ അമ്മായി കരിമ്പിൻ ജ്യൂസിന്റെ എഫക്റ്റാ. എത്ര ആയിരുന്നാലും അവരിപ്പൊ എന്റെ ഭാര്യയുടെ അമ്മയല്ലേ. ആ സ്നേഹം ഞാൻ കാണിക്കുന്നു. സ്നേഹിച്ച് മരുമോനെ കൊല്ലാതിരുന്നാ മതി. അത് പറയരുത്. പഴയ അമ്മായി അല്ല അവര്. എനിക്ക് 2 അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് പ്രതിവിധിയായിട്ട് നാളെ സർപ്പപൂജ നടത്താൻ പോവാ, അറിയോ? പിന്നെ എന്റെ പേരിൽ വലിയൊരു ഇൻഷുറൻസ് പോളിസി അവരെടുത്തിരിക്കുക. ഓഹോ, ഇത്രയും അലിവുള്ള അമ്മായിയെ ഞങ്ങൾക്കും കൂടെ കിട്ടിയാ മതിയായിരുന്നു. ഓ, ദാണ്ട വരുന്നുണ്ട് പഴയ ബന്ധക്കാരി.
ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. അവൾ എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങും. അവസാനം നീലിമ അറിഞ്ഞാൽ സംശയം ഉണ്ടായാൽ സംശയിക്കേണ്ട, ഡൈവേഴ്സ് ഉറപ്പാ. പാർവതി, ഇനി അവന്റെ പുറകെ കടന്ന് ജമ്മം പാഴാക്കണ്ട. ഞാൻ വന്നത് ഒരു രഹസ്യം അറിയിക്കാനാ. വിശ്വസിച്ചാലില്ലെങ്കിലും ബിന്ദേട്ടനൊരു അപകടം സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അപകടം? ബിന്ദേട്ടനെ കൊല്ലാൻ അമ്മായി രഹസ്യ പദ്ധതി ഇട്ടിരിക്കുക. പോക്കൃത്തരം പറഞ്ഞ അടിച്ച് പല്ലിയാ കൊഴിക്കും. ഞാൻ പറഞ്ഞ സത്യമാണ്. ബിന്ദേട്ടനെ താൽക്കാലികമായ ഒരു 10 ദിവസത്തേക്ക് മാത്രമാണ് നീലിമ ഭർത്താവായി സ്വീകരിച്ചിട്ടുള്ളത്. കൊള്ളാം കൊള്ളാം. 10 ദിവസത്തെ ഭർത്താവോ? നീ നിന്റെ അച്ഛനെ പോലെ കവടി നിർത്തി പ്രശ്നം പറയാൻ തുടങ്ങിയോ? അതെ, പ്രശ്നത്തിൽ കണ്ടത് അവരോട് പറഞ്ഞത് അച്ഛൻ തന്നെയാ. നീലിമ ആരെ വിവാഹം കഴിച്ചാലും 10 ദിവസത്തിനുള്ളിൽ ഭർത്താവ് മരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. മനസ്സിൽ ഇന്ന് മറ്റൊരാളെ സ്നേഹിക്കുന്ന നീലിമ അയാൾക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ബിന്ദേട്ടന്റെ ഭാര്യയായി അഭിനയിക്കുകയാണ്. പുതിയ കഥകളുമായിട്ട് വന്ന് എന്നെ നീലിമയും തമ്മിൽ അകറ്റാൻ നോക്കല്ലേ? അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എവളുടെ അസുഖം വേറെയാ. അതെ, പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് എവളെ കെട്ടിച്ചുവിടാൻ ആ ജ്യോതിഷ പണ്ഡിതനോട് പറഞ്ഞേക്ക്. എന്തിനാ കൊച്ചെ സ്നേഹസമ്പൂർണമായ അവരുടെ കുടുംബജീവൻ താർക്കാൻ നോക്കുന്നത്? ഒരു മരം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു മരം. പാറ ഒന്ന് മാറിച്ചാരാൻ നോക്ക്, ചാരി നോക്ക്. ബിന്ദേട്ടൻ എനിക്ക് കിട്ടിയില്ലെങ്കിലും അദ്ദേഹം സുഖമായി ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ബിന്ദേട്ടന് അപകടം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാ അച്ഛൻ പോലും അറിയാതെ ഞാൻ ഈ രഹസ്യം വന്ന് പറഞ്ഞത്. ബിന്ദേട്ടന്റെ കൂട്ടുകാരല്ലേ നിങ്ങൾ. ബിന്ദേട്ടന് അപകടം ഒന്നും വരാതിരിക്കാൻ നിങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. വല്ല തുരപ്പനും ചത്തതായിരിക്കും. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. പാർവതി പറഞ്ഞാൽ കാര്യമില്ലേ എന്നൊരു സംശയം. ശരിയാണല്ലോ. അമ്പൽപ്പൂ പറിക്കാൻ വെള്ളത്തിൽ ഇറക്കിയതിലും വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തവന് പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്തതിലും ചതിയൻ ചന്തുവിന്റെ ചതി ഇല്ലേ? ഇത് വൻ ചതിയാണ്. പൂജക്കിടയിൽ നിന്റെ ദേഹത്ത് പാമ്പിനെറിഞ്ഞ് നിന്നെ കൊല്ലിക്കാനായിരുന്നു നിന്റെ അമ്മയുടെ പ്ലാൻ. പാർവതി പറഞ്ഞത് സത്യമാ. ഇത് നിന്നെ കൊല്ലിക്കാനുള്ള പൂജയാ. പ്രേമ, അനാവശ്യം പറയരുത്. ഇങ്ങോട്ട് വാടാ അവനെ. ഇങ്ങോട്ട് വാടാ. പറഞ്ഞു കൊടുക്കടാ അങ്ങോട്ട്. ഇവനെ അറിയോ അമ്മായി? വേണ്ട, വിശ്വസിക്കണ്ട. അമേരിക്കക്കാരി അമ്മയും കൂടി നിന്നെ അത്ര കണ്ടല്ലേ സ്നേഹിക്കുന്നത്. இவங்க சொல்லிட்டு தான் நான் பாம்பரை கொண்டு வந்தது. அம்மாயா விசுவாசாயா? പത്മാവതി, നോ, ഡാഡി മമ്മി കുറ്റപ്പെടുത്തണ്ട. എന്റെ ഇഷ്ടപ്രകാരം മമ്മി ഇതെല്ലാം ചെയ്തത്. മോളെ, ഇത്രത്തോളം ഒരു പെണ്ണും സ്വന്തം ഭർത്താവിനോട് ക്രൂരത കാട്ടരുത്. ഡാഡിയുടെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. അകത്തങ്ങനെ പോയിരിക്കും. അമേരിക്കയിൽ വളർന്ന നിനക്കുള്ള വിവരവും വിദ്യാഭ്യാസവും ഞങ്ങൾ നാട്ടുമ്പുറത്തുകാർക്കില്ല. വസ്ത്രം മാറുന്ന പോലെ ഭർത്താക്കന്മാരെ മാറുന്ന നാട്ടിൽ കഴിഞ്ഞ നിനക്ക് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ വില അറിയില്ല. മനസ്സിൽ അല്പമെങ്കിലും നന്മയുള്ള ഒരു പെണ്ണിനും ഇത്രത്തോളം അധപ്പതിക്കാൻ കഴിയില്ല. നീ എന്നോട് ഈ കാണിച്ചതിന് അതിനുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ. പറഞ്ഞടാ, നടക്കടാ, വാടാ. മോൾ എന്തായി കാണിക്കുന്നേ? വേണ്ട, മമ്മി ഒന്നും പറയണ്ട. എനിക്ക് തിരിച്ചു പോണം. മോക്കിപ്പൊ എന്താ വേണ്ടേ? ശിവപാലുമായുള്ള മോടെ വിവാഹം അത്രയല്ലേ ഉള്ളൂ. ഈ മമ്മ നടത്തി തരും. മോള് ധൈര്യമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനു മുമ്പ് നീലിനെ കൊണ്ട് എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ ഒപ്പിടിച്ച് വാങ്ങിച്ചിരിക്കും. അതിന് ഏത് നീചമായ മാർഗം സ്വീകരിക്കേണ്ടി വന്നാലും ശരി. പ്ലീസ് ബിലീവ് മീ ഷാ. അങ്ങനെ നമ്മുടെ വിദ്യ കുഞ്ഞിഞ്ഞോട് അങ്ങനെ വന്നായിരുന്നു.
വന്നില്ലല്ലോ. കൂട്ടുകാരടുത്തും പോയിട്ടില്ലല്ലോ, പിന്നെ ഇത് എങ്ങോട്ട് പോയി? എന്താണ് കാര്യം? നമ്മുടെ കൊച്ചമ്മയെ നീലമുകുഞ്ഞിനെ കൂടെ ആ ശിവപാലിന്റെ ഗുണ്ടകൾ കാരണത്തിട്ട് പൂട്ടിക്കൊടുത്താ പോയി. ആ വഴി എനിക്കറിയാം. എന്ത് തീരുമാനിച്ചു അമ്മയും മകളും? ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഭാര്യയും ഭർത്താവുമായി സന്തോഷത്തോടെ 1-2 കുട്ടികളുമായിട്ട് ഈ നാട്ടിൻ പുറത്തെങ്ങനെ ജീവിക്കാൻ നോക്ക്. ഞാൻ ശല്യപ്പെടുത്താൻ വരുന്നില്ല. പക്ഷേ ഞാൻ ഒഴിഞ്ഞു തരുന്നത് കൊണ്ട് ചെറിയൊരു കോമ്പൻസേഷൻ എങ്കിലും എനിക്ക് കിട്ടണം. അമേരിക്കയിലുള്ള നിന്റെ സ്വത്തുക്കൾ അത് മാത്രം മതി എനിക്ക്. ദേ, ഈ ഡോക്യുമെന്റ്സിൽ ഒരു 5-6 ഒപ്പിടണം. അത്രേ മതി. അത് കഴിഞ്ഞാ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇല്ല, കൊന്നാലും ഞാൻ ഒപ്പിടില്ല. അയ്യേ, വാശി പിടിക്കല്ലേ നീലി. ഒപ്പിട്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ ആ പേപ്പർ ഇങ്ങ് താ ശിവപാൽ, ഇവളെ കൊണ്ട് നമ്മൾ ഒപ്പിടിച്ചു തരാം. അക്ബർ ഷാ ഇതിനകത്ത് ഇടപെടണ്ട. ഇവളെ കൊണ്ട് ഞാൻ ഒപ്പിടിക്കാം. ഒപ്പിടേ. ഒപ്പിടാൻ. അസീസ്, ഇവളെ കൊണ്ട് ഒപ്പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കണ ആരോടാ കളി? പെണ്ണുങ്ങളോട് കളിക്കാണ്. ധൈര്യമാണെങ്കിൽ നേർക്ക് നേർക്ക് വേണം. അയ്യോ അയ്യോ അയ്യോ, താഴെ നിർത്ത്, താഴെ നിർത്ത്. ഒട്ടുകഴിഞ്ഞ് പൊതിഞ്ഞു വെച്ചിട്ട് നന്നായി അടിച്ചോ. ഇവരെ അറസ്റ്റ് ചെയ്യണം സാർ. ഓർക്കണം, കവിടി നിരത്തി പറഞ്ഞ പല കാര്യങ്ങളും ഫലിച്ചപ്പോ സ്വയം മറന്നു. ദൈവികമായ ജ്യോതിഷശാസ്ത്രം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒന്നല്ലെന്ന് ഈശ്വരൻ എനിക്ക് മനസ്സിലാക്കി തന്നു. അളന്നു മുറിച്ച് ഗണിക്കുന്ന ഭാവി ഫലങ്ങൾ പോലും സർവശക്തന്റെ തീരുമാനങ്ങൾക്ക് അതീതമല്ല. അഗ്നിപരീക്ഷകളെ അതിജീവിച്ചാണ് വിന്ധ്യൻ ഈ വിജയം നേടിയത്. ഇനി ഒരു വിഘ്നങ്ങളുമില്ലാതെ നിങ്ങളുടെ ദാമ്പത്യം മുന്നോട്ട് പോകും. മനുഷ്യൻ ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു എന്നല്ലേ പറയാറ്. എന്നെ ഇല്ലാതാക്കാനുള്ള പുതിയ വഴികൾ ആലോചിച്ച് കൂടുതൽ വിഷമിക്കണമെന്നില്ല. നീലിമയുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു വിലങ്ങ് തടിയാവില്ല. കേസും കോടതിയൊന്നും വേണ്ട. ബന്ധം ഒഴിയാനുള്ള പേപ്പറുകളിൽ ഒപ്പുകൾ എത്രയാണ് വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നീ ധൈര്യമായിരിക്കും.
ഇത്തവണ ഉറപ്പായിട്ട് നിനക്ക് ജോലി കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ജോലി കിട്ടിയാലേ ഇല്ലെങ്കിലും കഴിഞ്ഞതൊക്കെ നാട്ടുകാർക്കൊരു പഴയ കഥയായി മാറിയിട്ടേ ഞാനിനി ഇങ്ങോട്ടുള്ളൂ. മോനെ വിന്ധ്യ, ധാർഷ്ട്യവും വാശിയെല്ലാം കളഞ്ഞ് നിന്റെ പഴയ നിലമേറ്റ എന്റെ മോള് വന്നിരിക്കുന്നത്. സംശയിക്കണ്ട, സത്യവും സ്നേഹവും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ഈശ്വരൻ അല്പം വൈകിയവർക്ക് കൊടുത്തത്. കഴിഞ്ഞതെല്ലാം മറന്ന് എന്റെ മോളെ നീ സ്വീകരിക്കണം.